ബീഹാറിൽ നിതീഷ് കുമാറിന്റെ ജെഡിയു ഇന്ത്യ മുന്നണി വിട്ടതിന് പുറമെ ബംഗാളിലും മമതാ ബാനർജിയുമായി കോൺഗ്രസ് കലഹത്തിൽ. ഭാരത് ജോഡോ ന്യായ് യാത്രയ്ക്ക് ബംഗാളിലെ മാൽഡയിലെ ഗസ്റ്റ് ഹൌസിൽ ഉച്ചഭക്ഷണം കഴിക്കാനുള്ള അനുമതി മമതാ സർക്കാർ നിഷേധിച്ചു. മമതാ ബാനർജി അന്നേ ദിവസം മാൽഡയിൽ എത്തുമെന്നതിനാൽ സുരക്ഷാ കാരണത്താൽ അനുമതി നൽകാനാകില്ല എന്നാണ് ബംഗാൾ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ന്യായ് യാത്രയുടെ സിലിഗുരിയിലെ പൊതുപരിപാടിക്കും ബംഗാൾ സർക്കാർ അനുമതി നിഷേധിച്ചിരുന്നു. സുരക്ഷ ഒരുക്കണമെന്നാവശ്യപ്പെട്ട് മല്ലികാർജ്ജുൻ ഖാർഗെ മമതാ ബാനർജിക്ക് കത്തയച്ചതിന് പിന്നാലെയാണ് ഈ പ്രതികരണങ്ങൾ. ന്യായ് യാത്രയുടെ അനുമതി നിഷേധിച്ച മമതയുടെ നടപടി ഇന്ത്യ മുന്നണിയുടെ ശവപ്പെട്ടിയിലടിച്ച അവസാനത്തെ IT സെൽ കൺവീനർ അമിത് മാളവ്യ പറഞ്ഞു. മമതയും കൈവിട്ടു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, ശങ്കുട്ടി ദാസ് BJP വക്താവ്, വർഗീസ് ജോർജ് RJD, KJ ജേക്കബ് രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ ശങ്കുട്ടി ദാസ്, BJPയുടെ ഒരു കാഴ്ചപ്പാടാണ് നമ്മൾ നേരത്തെ IT സെൽ കൺവീനറായിട്ടുള്ള IT സെൽ കൺവീനറിലൂടെ നമ്മൾ കേട്ടിട്ടുള്ളത്. ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണി എന്നാണ് അമിത് മാളവ്യ പറയുന്നത്. നമുക്കിത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു ദാവീദ് ആൻഡ് ഗോലിയാത്ത് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നുണ്ടോ? ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു അൺഈവൻ കോമ്പറ്റീഷൻ എന്ന നിലയിലേക്കാണോ BJP ഇതിനെ കാണുന്നത്? നോക്കൂ, ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാറിന്റെ ഈ INDA അലയൻസിൽ നിന്നുള്ള ഇറങ്ങിപ്പോക്ക്, NDAയിലേക്കുള്ള അദ്ദേഹത്തിന് മടങ്ങി വരവ്, ഇതോടുകൂടിയിട്ട് ഈ കോമ്പിനേഷൻ സത്യത്തിൽ ഇല്ലാണ്ടായിരിക്കുകയാണ്. INDA എന്ന് പറയുന്ന ഒരു മുന്നണി തത്വത്തിൽ ഇപ്പോൾ പേരിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. കാരണം ഈ INDA മുന്നണിയുടെ ശില്പി തന്നെ, ഇങ്ങനെ ഒരു ആശയത്തിന്റെ സൃഷ്ടാവ് തന്നെ നിതീഷ് കുമാറാണ്. അതിന്റെ സ്ഥാപകനായിട്ടുള്ള ആൾ തന്നെ ആ മുന്നണി ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ദൗർബല്യം എത്രയാണെന്ന് വളരെ വ്യക്തമാക്കുന്ന ഒരു അനുഭവമാണ് നമ്മുടെ മുന്നിലുള്ളത്. ഈ INDA എന്ന് പറയുന്ന മുന്നണിയുടെ ഒരു പ്രോഗ്രസ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് ഈ ആശയം ആദ്യമായിട്ട് അവതരിപ്പിക്കപ്പെടുന്നത് ഏതാണ്ട് 6 മാസങ്ങൾക്ക് മുൻപാണ്. അതായത് 2023 ജൂൺ മാസത്തിലാണ് ഈ ആശയം അവതരിപ്പിക്കപ്പെടുന്നത്. അന്ന് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത്, ഇവരുടെ ആദ്യത്തെ മീറ്റിംഗ് നടക്കുന്നത് പാട്നയിൽ വെച്ചിട്ടാണ്, ബീഹാറിൽ വെച്ചിട്ടാണ്. അന്ന് അതിൽ 16 കക്ഷികളാണ് ഉണ്ടായിരുന്നത്. പിന്നീട് അടുത്ത സമ്മേളനം ആവുമ്പോഴേക്കും അത് നമ്മുടെ ബോംബെയിൽ വെച്ച് നടക്കുന്ന, ബാംഗ്ലൂർ വെച്ച് നടക്കുന്ന രണ്ടാമത്തെ സമ്മേളനമായി. അപ്പോഴേക്ക് 25 ആളുകളായി എന്ന് പറഞ്ഞു. അതിനുശേഷം പിന്നീട് അത് കർണാടകയിലേക്ക് വന്നു, ബാംഗ്ലൂരിലേക്ക് വന്നു. അപ്പോൾ 28 ആളുകളായി ആ സഖ്യത്തിൽ എന്ന് പറഞ്ഞു. പിന്നീട് അടുത്ത് ന്യൂഡൽഹിയിൽ വെച്ച് നടത്തുമ്പോഴേക്ക് 29 ആളുകളായി. ഒരു ഗ്രാൻഡ് അലയൻസ് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അന്നത്തെ ഒരു വാഗ്ദാനം എന്താണ്? അതൊരു ബിഗ് ടെന്റ് ആണ്. അതായത് NDAനെ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുക എന്ന് പറയുന്ന ലക്ഷ്യം വെച്ച് മുന്നേറുന്ന ഒരു സംവിധാനം. അവരുടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ NDAക്ക് 2019 കിട്ടുന്നത് 45.43% വോട്ടാണ്. എന്നാൽ ഈ പറയുന്ന സഖ്യകക്ഷികൾ എല്ലാവരും കൂടി ഒന്നിച്ചു വന്നു കഴിഞ്ഞാൽ 55% വോട്ട് നേടാൻ സാധിക്കും. അതോടുകൂടി NDA പരാജയപ്പെടുത്തുന്ന ഈ ഒരൊറ്റ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്, വോട്ട് ഷെയറിന്റെ മാത്രമാണ്. ബാക്കിയുള്ള ഏത് കണക്കെടുത്ത് കഴിഞ്ഞാലും ഇവർ ഇവിടെ വിജയിക്കുന്നില്ല. കാരണം ഈ പറയുന്ന 28 കക്ഷികളും കൂടി ചേർന്ന് കഴിഞ്ഞാലും ലോക്സഭയിൽ 122 സീറ്റുകളെ ആവുന്നുള്ളൂ. BJPക്ക് അല്ലെങ്കിൽ NDA എന്ന് പറയുന്ന ദേശീയ ജനാധിപത്യ മുന്നണിക്ക് ഒറ്റയ്ക്ക് ഈ പറയുന്ന ലോക്സഭയിൽ ഒറ്റയ്ക്ക് 339 സീറ്റുകളുണ്ട്. സംസ്ഥാനങ്ങളുടെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഈ പറയുന്ന INDA മുന്നണി, ഇവർക്ക് 1594 സീറ്റുകളാണ് ഉള്ളതെങ്കിൽ BJPക്ക് 1880 സീറ്റുകളുണ്ട് NDAക്ക്. അപ്പം നമ്പർ വൈസ് നോക്കിക്കഴിഞ്ഞാൽ NDA എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് തന്നെ ഈ INDA അലയൻസിനെ നേരിടാൻ ശേഷിയുള്ള സംവിധാനമാണ്. പക്ഷെ എല്ലാ സ്ഥലത്തും ലോക്കലായിട്ടുള്ള റെസിസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ്. പക്ഷെ നോക്കൂ, ഞാൻ ഈ പറഞ്ഞ 5 മീറ്റിങ്ങുകൾ നടന്നിട്ടുള്ള എല്ലാ സ്ഥലങ്ങളും ഇവരുടെ കയ്യിൽ നിന്ന് പോയി. ആദ്യത്തെ മീറ്റിംഗ് നടന്നത് എവിടെയാണ്? പാട്നയിലാണ്, ബീഹാറിലാണ്. പാട്നയിൽ ആദ്യം തന്നെ ഹിന്ദുസ്ഥാൻ അവാം മോർച്ച NDAയിൽ ജോയിൻ ചെയ്തു. ഇതാ ഇപ്പോൾ നിതീഷ് കുമാർ തന്നെ NDAയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്, NDAയുടെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. രണ്ടാമത്തെ മീറ്റിംഗ് നടന്നിട്ടുള്ള സ്ഥലം നമ്മുടെ കർണാടക, ബാംഗ്ലൂർ കർണാടക എടുത്തു കഴിഞ്ഞാൽ കർണാടകയിൽ എന്താ പറയുക, JD സെക്യുലർ, ജനതാദൾ സെക്യുലർ എന്ന് പറയുന്ന കുമാരസ്വാമിയുടെ നേതൃത്വത്തിലുള്ള പ്രധാനപ്പെട്ട പാർട്ടി NDAയിൽ ജോയിൻ ചെയ്തു. മഹാരാഷ്ട്ര എടുത്തു കഴിഞ്ഞാൽ മഹാരാഷ്ട്രയിൽ ശിവസേന, അല്ല, JDS ഒക്കെ നേരത്തെ കോൺഗ്രസിനെതിരായി നിന്ന രാഷ്ട്രീയ പാർട്ടി തന്നെയാണ്. അതേതെങ്കിലും തരത്തിൽ ഇപ്പോഴുണ്ടായിട്ടുള്ള സംഭവവികാസമല്ല. നോക്കൂ, ഈ 45 വേഴ്സസ് 55 എന്ന് പറയുമ്പോൾ NDA അല്ലാത്ത എല്ലാവരും ഏറ്റവും 2 പ്രധാനപ്പെട്ട ഘടകകക്ഷികളെന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒന്ന് JDUവും 2 തൃണമൂൽ കോൺഗ്രസുമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലേക്ക് നമ്മൾ ചുരുങ്ങി നിന്നാൽ JDU ഏതായാലും BJP പാളയത്തിലേക്ക് തിരികെ പോയിരിക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്.
മമതയും ഏതാണ്ട് സമാനമായ രീതിയിലേക്ക് നീങ്ങുന്നുണ്ടോ എന്ന സംശയം കൂടുതൽ ഉണ്ടാവുകയാണ്. ഏക്ലാ ചലോ എന്ന ബോംബ് പൊട്ടിച്ചതിന് ശേഷം അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കുകയാണ് എന്നുള്ളതാണ്. ശ്രീ ശങ്കുട്ടിദാസ് ദയവായി തുടരുക. ശ്രീ കെ ജെ ജേക്കബ്, അതുകൊണ്ടാണ് ഞാൻ ഒരു ഞാൻ അടുത്ത ഘട്ടത്തിൽ താങ്കളിലേക്ക് വരാം. ഒരു അൺഈവൻ പ്ലേയിങ് ഗ്രൗണ്ടിലാണോ ഇപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് എത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എത്തിയിരിക്കുന്നത്? അത് ശ്രീ ശങ്കുട്ടി ദാസ് പറഞ്ഞതിനോട് എനിക്ക് യോജിപ്പുണ്ട്. അതിനകത്തൊരു സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഉറപ്പായിട്ടും BJP NDA സഖ്യത്തിന് കിട്ടിയിട്ടുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഇത് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒരു കിങ് പിന്നായിട്ട് പ്രവർത്തിച്ചത് നിതീഷ് കുമാർ തന്നെയാണ്. അദ്ദേഹമാണത് അദ്ദേഹത്തിൻ്റെ സ്റ്റേച്ചർ വെച്ചിട്ട് അദ്ദേഹം തന്നെയാണ് ബാക്കി എല്ലാവരോടും സംസാരിച്ചിട്ട് ഈ ഇന്ത്യ മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം പുള്ളി തന്നെയായിരുന്നു. അയാൾ അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും പ്രചരണ രംഗത്ത് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ പോലെയുള്ള ഒരാളുടെ കയ്യിൽ ഇത് കിട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ അതിൻ്റെ അവസാനം വരെ പുള്ളി അത് ഉപയോഗിക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇന്ത്യ മുന്നണിക്ക് ആകെ കൂടി ഇതുകൊണ്ട് ഒരു വലിയ പ്രശ്നമുണ്ട് എന്നുള്ളത് ഇലക്ടറൽ ടേംസിൽ എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ അകത്ത് ഇപ്പം അദ്ദേഹം പറഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്തായാലും അവസാനം സംഭവിക്കാൻ വേണ്ടി പോകുന്ന 2 പാർട്ടികൾ പ്രാക്ടിക്കലായിട്ട് ഇല്ലാണ്ടാകും. ഒന്ന് JDU ഇല്ലാണ്ടാകും, ഒന്ന് കർണാടകത്തിലെ JDS. ഈ 2 പാർട്ടികൾ ഇല്ലാതാവും. ആരാണ് അതിൻ്റെ ബെനിഫിഷ്യറി എന്നുള്ളത് ഇന്ത്യ സഖ്യത്തിന് ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ആയിരിക്കും. കാരണം ഈ 2 സംസ്ഥാനങ്ങളും കർണാടകയും ബീഹാറും ഈ 2 സ്ഥലത്തും ഇന്ത്യ സഖ്യം എന്ത് രാഷ്ട്രീയം മുമ്പോട്ട് വെക്കുന്നോ ആ രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനമുള്ള 2 സംസ്ഥാനങ്ങളാണ് ഇത് രണ്ടും. ഇത് രണ്ടും കഴിഞ്ഞ പ്രാവശ്യം BJP സ്വീപ്പ് ചെയ്ത 2 സംസ്ഥാനങ്ങളാണ്. അവിടെ 2 സ്ഥലത്തും ഇപ്പോഴും ഇന്ത്യ മുന്നണിക്ക് വലിയ സാധ്യതകളുള്ള സംസ്ഥാനങ്ങൾ തന്നെയാണ്. പക്ഷേ സൈക്കോളജിക്കൽ അഡ്വാൻറ്റേജ് ഇപ്പോൾ ഇന്ത്യക്ക് കിട്ടിയിട്ടുണ്ട്. അതെങ്ങനെ മറികടക്കാൻ പറ്റും? ഈ പാർട്ടികളുടെ എണ്ണത്തിലല്ല, ഭരിക്കുന്ന സീറ്റിലെ ഞങ്ങൾക്കിതാണ് പറയാനുള്ളത് എന്ന് പറയാൻ കോൺഗ്രസും ഇന്ത്യ മുന്നണിയും തയ്യാറാകാത്തിടത്തോളം കാലം നികേഷ് പറഞ്ഞ് ശരിയാണ്, ഇതൊരു വൺ സൈഡഡ് അഫയർ ആയിട്ട് തന്നെ ഇരിക്കും. ഒറ്റ കാര്യം, കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി കഴിഞ്ഞ കുറേ ദശാബ്ദങ്ങളിലായി കോൺഗ്രസ് അതിൻ്റെ രാഷ്ട്രീയം കൃത്യമായി പറഞ്ഞ ഒരു സന്ദർഭമായിരുന്നു അയോധ്യയിലെ RSS BJP പ്രോജക്റ്റിനോടുള്ള അവരുടെ റെസ്പോൺസ്. അത് RSS BJP പ്രോജക്റ്റാണ്, ഞങ്ങൾ അവിടെ വന്ന് കൈയടിക്കാനില്ല എന്ന് പറഞ്ഞത് എത്രയോ ദശാബ്ദങ്ങൾക്ക് ശേഷമാണ് കോൺഗ്രസ് അതിൻ്റെ നിലപാട് പറയുന്നത്. ആ നിലപാടുമായി മനുഷ്യരോട് ഞങ്ങൾക്ക് പറയാനുള്ള ഇതാണ് എന്ന് പറയാനുള്ള ഒരു നരേറ്റീവ് ഉണ്ടാക്കി അത് മനുഷ്യരുടെ അടുത്ത് എത്തിക്കാത്തിടത്തോളം കാലം ഈ പറയുന്ന അൺഈവൻ. ദയവായി തുടരുക ശ്രീ കെ ജെ ജേക്കബ്. ഡോക്ടർ വർഗീസ് ജോർജ്, നോക്കൂ, നിതീഷ് കൊണ്ടുപോയിരിക്കുന്നത് നമ്മുടെ ഒരു പുറത്തുനിന്നുള്ള പെർസെപ്ഷനാണ് കേട്ടോ, ഒരു പൊളിറ്റിക്കൽ തിങ്കിങ് ആണ്, അല്ലെങ്കിൽ സ്ട്രാറ്റജിക്കൽ തിങ്കിങ് ആണ്. നിതീഷാണല്ലോ ഇതിനകത്ത് ഒരു ജാതി സർവേ എന്ന ഒരു ആശയം കൊണ്ടുവരികയും രാഹുൽ ഗാന്ധി അത് 5 സംസ്ഥാനങ്ങളിൽ പരീക്ഷിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മൾ എന്താണ് കരുതിയിട്ടുള്ളത്? ഇനി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിനെതിരെ ഈ ജാതി കാർഡ് കളിക്കും എന്നുള്ളതായിരുന്നു ഇന്ത്യ മുന്നണിയുടെ ഒരു സ്ട്രാറ്റജി, ആ നിലയിൽ രൂപീകരിക്കുമെന്നായിരുന്നു. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഒന്ന്, നിതീഷ് കുമാറിനെ നേതാവാക്കാൻ തയ്യാറായില്ല എന്ന് മാത്രമല്ല, അടുത്ത ഘട്ടത്തിൽ എന്ത് എന്ന് ആലോചിക്കുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ് അതിൻ്റെ എനർജി മുഴുവനായി ഭാരത് ജോഡോ ന്യായ് യാത്രയിലേക്ക് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആരും ഒരു ഉത്തരം പറയാനില്ലാത്ത അവസ്ഥ അവിടെ സംജാതമാകുന്നുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ പഴങ്കഥകളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇന്നേ ദിവസത്തെ ഈ സമയമാകുമ്പോഴേക്ക് എന്ന് എനിക്ക് വ്യക്തമായി അറിയാം ഡോക്ടർ വർഗീസ് ജോർജ്. പക്ഷേ അതാ വരുന്ന വാർത്തകൾ എന്താണ്? ബംഗാളിൽ പൊതുപരിപാടി നടത്താൻ അനുവദിക്കുന്നില്ല, ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ അനുവദിക്കുന്നില്ല. മമതാ ബാനർജി ആണ് ഇതൊക്കെ ചെയ്യുന്നത്. മമതാ ബാനർജിയോട് കൈകൂപ്പി കോൺഗ്രസ് പറയുകയാണ്, ഒരു 5 മിനിറ്റെങ്കിലും 5 മിനിറ്റ് ഒന്ന് ഭാരത് ജോഡോ ന്യായ് യാത്രയോടൊപ്പം പങ്കെടുക്കണമെന്ന്. അവർ പങ്കെടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഒരു BJP സംസ്ഥാനത്തിനേക്കാൾ വലിയ ഹോസ്റ്റൈൽ സിറ്റുവേഷനാണ് ബംഗാളിൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്ക് നേരിടേണ്ടി വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ. ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണിയൊക്കെ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ ഡോക്ടർ വർഗീസ് ജോർജ് വളരെ പ്രതീക്ഷാനിർഭരമായ ചില കാഴ്ചപ്പാടുകൾ താങ്കൾ മുന്നോട്ട് വച്ചിരുന്നു. ബംഗാളിൽ ഇത്ര, ബീഹാറിൽ ഇത്ര, ഉത്തർപ്രദേശിൽ ഇത്ര, അതൊക്കെ വെറും കൊട്ടക്കണക്കായി മാറി. ഇല്ല നികേഷ് സാറ്, ഞാൻ ജേക്കബ് സാറ് പറഞ്ഞതിനോടാണ് യോജിക്കുന്നത്. അതായത് ഈ രാജ്യത്തെ കോർപ്പറേറ്റുകളുടെയും കുത്തകളുടെയും ആവശ്യമാണ് ഇന്ത്യ മുന്നണി തകരുന്നു എന്നുള്ളൊരു പ്രതീതി സൃഷ്ടിക്കേണ്ടത്. വാസ്തവത്തിൽ ഇന്ന് ബംഗാളിൽ നടന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം നികേഷ് സാർ ശ്രദ്ധിച്ചില്ലേ?
ഇവിടെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആയിരക്കണക്കിന് പ്രവർത്തകർ രാഹുൽ ഗാന്ധിയുടെ ഈ ജാഥയിലാണ് ചേർന്ന് വലിയ ഒരു ജാഥയാണ് അവർ സൃഷ്ടിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ജാഥയെ അനുധാവനം ചെയ്തുകൊണ്ട് അവർ കിലോമീറ്ററുകളോളം നടന്നു. നമുക്ക് എന്തെങ്കിലും ചിന്തിക്കാൻ കഴിയുന്ന ഒരു കാര്യമായിരുന്നു. ഒരിക്കൽ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസും നിയമസഭയിൽ മത്സരിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതുപോലെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിളിൽ ഒരുമിച്ച് വരുമോ നമ്മുടെ അതുകൊണ്ട് ഒരു പൊളിറ്റിക്കൽ അരിത്മാറ്റിക് ആവുന്നില്ലല്ലോ, ഒരു ഇലക്ട്രൽ അരിത്മാറ്റിക് ആയി മാറുന്നില്ലല്ലോ അത് സാർ. രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസ് പാർട്ടിയും CPM-ഉം ചേർന്ന് നിന്നാല് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയിട്ടുള്ളത് സമീപകാലത്ത് 20% പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ്. അത് ഇലക്ഷനിൽ ജയിക്കാനുള്ള അംഗബലമാകുന്നില്ല. സർ, ഞാൻ കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ 3 പാർട്ടികൾ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികളാണ്. മമതാ ബാനർജി ഇന്ത്യ മുന്നണി ഉപേക്ഷിച്ചിട്ടില്ല, മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ് പാർട്ടിയും ഉപേക്ഷിച്ചിട്ടില്ല. അവിടെ ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയുടെ നമ്പർ തന്നെയാണ്. ഇന്നത്തെ നമ്മുടെ എല്ലാ രാഷ്ട്രീയ സാഹചര്യങ്ങളും വെച്ച് വിലയിരുത്തി നോക്കിയാൽ മമതാ ബാനർജി 25-നും 30-നും ഇടയിൽ സീറ്റുകൾ വിജയിക്കുമെന്ന് എല്ലാ സർവേകളും പറഞ്ഞിട്ടുണ്ട്. ആ 30 സീറ്റുകളും ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ ഉദാഹരണം നികേഷ് ഞാൻ പറയാം. കേരളത്തിൽ LDF-ഉം UDF-ഉം തമ്മിൽ മത്സരിക്കുന്നു. ആ 20 സീറ്റുകളും ഇന്ത്യ മുന്നണിയിൽ തന്നെയാണ്. അതുകൊണ്ട് പുറത്ത് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന പോലെ ഇന്ത്യ മുന്നണിക്ക് യാതൊരു അവിടെയൊക്കെ എനിക്ക് തർക്കിച്ചേ പറ്റുള്ളൂ ഡോക്ടർ വർഗീസ് ജോർജ്. ഉത്തർപ്രദേശ് 80 സീറ്റുകളുണ്ട്. അവിടെ വലിയ വേവ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്നാണ് BJP-യുടെ അവകാശവാദം. ഈ പ്രാണപ്രതിഷ്ഠയോടുകൂടി ബീഹാറിലായിരുന്നു ഈ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു തിരിച്ചടി കിട്ടേണ്ടിയിരുന്നത്. അവിടെ ഇപ്പോൾ നിതീഷ് കുമാറിനെ ഒപ്പം ചേർത്തുകൊണ്ട് BJP അവിടെ അവരുടെ ശക്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് പോലുള്ള ഡൽഹി പോലുള്ള ഹരിയാന പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംശയമുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. ഏറ്റവും ഒടുവിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് ഏകപക്ഷീയ വിജയമുണ്ടായിട്ടുണ്ട്. ഇത് രണ്ടിനും ഞാൻ ഉത്തരം പറയാം. ആദ്യം സാറ് പറഞ്ഞ ഉത്തർപ്രദേശിലാണ് ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് ഏറ്റവും പോസിറ്റീവായ ഡെവലപ്മെന്റ് വന്നത്. ഉത്തർപ്രദേശിൽ കോൺഗ്രസ് സമാജ്വാദി പാർട്ടിയോട് ചോദിച്ചത് 15 സീറ്റുകളാണ്. സമാജ്വാദി പാർട്ടി 11 സ്ട്രോങ് സീറ്റ്, ഏറ്റവും വിജയസാധ്യതയുള്ള 11 സീറ്റുകൾ കോൺഗ്രസിന് കൊടുത്തു. അവിടെ ഒരു ധാരണയിലേക്ക് അവർ വന്നിരിക്കുകയാണ്. ബീഹാറിലെ കാര്യമാണല്ലോ സാറിന് പിന്നെ ഉത്കണ്ഠയുള്ളത്. ബീഹാറിലെ താരതമ്യേനയുള്ള പാർട്ടികളിൽ ചെറിയ പാർട്ടി JDU ആണ്. 79 സീറ്റുള്ള RJD, 78 സീറ്റുള്ള BJP, 45 സീറ്റുള്ള JDU. കഴിഞ്ഞ ഇലക്ഷനിൽ ഇതേ മുന്നണി തന്നെയാണ് അസംബ്ലിയിൽ മത്സരിച്ചത്. കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം JDU, BJP, അതേപോലെ തന്നെ അവരുടെ സഖ്യകക്ഷികൾ. മറുവശത്ത് മഹാഗഠബന്ധൻ RJD-യും കോൺഗ്രസും ഇതേ സെറ്റപ്പിലാണ് മത്സരിച്ച്. അന്ന് BJP-ക്ക് വേണ്ടി പ്രചരണത്തിന് വന്ന ആരാണ്? നരേന്ദ്രമോദി, അമിത്ഷാ, അതുപോലെ തന്നെ നിതീഷ് കുമാർ. ഇപ്പുറത്ത് ഈ ചെറുപ്പക്കാരൻ 31 വയസ്സുള്ള തേജസ്വി യാദവ്. ഈ ലാലു പ്രസാദ് യാദവിനെ ജാമ്യം കൊടുക്കാൻ പോലും അനുവദിക്കാതെ ഇലക്ഷൻ സമയത്ത് പിടിച്ചിട്ടിരിക്കുകയായിരുന്നു. എന്നിട്ട് ഇലക്ഷന്റെ റിസൾട്ട് വന്നപ്പോൾ എങ്ങനെയാന്ന് കേൾസാറേ, ഈ മഹാഗഠബന്ധന് കോൺഗ്രസ് RJD സഖ്യത്തിന് 8 MLA-മാരുടെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അസംബ്ലിയിൽ. അതുകൊണ്ട് ബീഹാറിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 20 സീറ്റുകൾ കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിനകത്ത് ഒരുപക്ഷെ ഇപ്പോൾ പ്രശാന്ത് കിഷോർ അടക്കം പറയുന്നത് അത് വേറൊരു ഇക്വേഷനാണ് ഡോക്ടർ വർഗീസ് ജോർജ്. അതുപോലെയല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഏറ്റവും ഒടുവിലത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പുമായിട്ടല്ല, ഏറ്റവും ഒടുവിലത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് വേണം നരേന്ദ്രമോദിയുമായി ഏറ്റുമുട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിനെ എപ്പോഴും വിലയിരുത്താൻ. അങ്ങനെയല്ല സാറേ, കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഈ ലോക്സഭാ ഇലക്ഷനും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ പ്രതിപക്ഷത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഇത്തവണ കേരളം മുതൽ ജമ്മു കാശ്മീർ വരെയുള്ള 28 രാഷ്ട്രീയ പാർട്ടികൾ, 28 സ്റ്റേറ്റുകളിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 ശേഷം ഒരു ഫോർമഡബിൾ കോയലീഷനായിട്ട് മത്സരിക്കുകയാണ്. സാർ ചോദിച്ച മധ്യപ്രദേശ് ഒഴികെ മധ്യപ്രദേശിൽ 8% വോട്ടിന്റെ വ്യത്യാസമുണ്ട് കോൺഗ്രസും ഇന്ത്യ ബ്ലോക്കും തമ്മിൽ. രാജസ്ഥാനിൽ 2% വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഛത്തീസ്ഗഡിൽ 2% മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ. ഈ സ്റ്റേറ്റുകളിൽ കോൺഗ്രസിന് കിട്ടിയ വോട്ടും മധ്യപ്രദേശ് ഒഴികെ പ്രതിപക്ഷത്തിന് കിട്ടിയ വോട്ടും തുല്യമായിരുന്നു സാർ. അതുകൊണ്ട് പാർലമെന്റ് ഇലക്ഷൻ വരട്ടെ. ഈ പാർലമെന്റ് ഇലക്ഷനിൽ ഇപ്പോൾ 2 പുതിയ സ്റ്റേറ്റ് കൂടെ കിട്ടിയിട്ടുണ്ട്. കർണാടക, ഛത്തീസ്ഗഡ്, ഹിമാചൽ പ്രദേശ്. വളരെ അഡ്വാൻറ്റേജ് ആണ്.
അതുകൊണ്ടാണ് ഇന്ന് BJP അത് താങ്കളുടെ പ്രതീക്ഷ ഇപ്പോഴും ആ പ്രതീക്ഷ നിലനിർത്തുന്നു എന്നാണ്. ഡോക്ടർ വർഗീസ് ക്ഷമിക്കണം, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഞാൻ അങ്ങനെയൊക്കെ വരാം. പൂർത്തിയാക്കും. ഓക്കെ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഈ മാൾഡയിലും അതുപോലെ തന്നെ സിലിഗുരിയിലും പബ്ലിക് മീറ്റിംഗ് നടത്താൻ അനുവദിക്കുന്നില്ല, ഒപ്പം തന്നെ ഉച്ചഭക്ഷണത്തിന് ഗസ്റ്റ് ഹൗസ് വിട്ടുകൊടുക്കുന്നില്ല എന്നുള്ള അവസ്ഥ പോലും സംജാതമായിരിക്കുന്നു എന്നുള്ളത് ഇതെന്തുകൊണ്ട് എന്നുള്ള ഒരു സംശയം നമ്മൾ സ്വയം പ്രകടിപ്പിച്ചാൽ, പക്ഷേ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തോന്നലുണ്ടാകാം, എന്തിനാണ് ബംഗാളിലൊക്കെ വന്ന് ഒച്ചപ്പാടുണ്ടാക്കുന്നത്, ഇവിടെ ഞങ്ങളില്ലേ, ഈ NDA മുന്നണിയെ പ്രതിരോധിക്കാനാണെങ്കിൽ ഞങ്ങളല്ലേ ഇവിടുത്തെ മുഖ്യശക്തി, ഇവിടെ വന്ന് രാഹുൽ ഗാന്ധി ഒരു ഇളക്കലുണ്ടാക്കേണ്ട കാര്യം, പ്രത്യേകിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കേണ്ട ഈ ഘട്ടത്തിൽ, ഇന്ത്യ മുന്നണിയെ ഊർജ്ജസ്വലമാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഈ ഘട്ടത്തിൽ കോൺഗ്രസ് അതിൻ്റെ ജോഡോ ന്യായയാത്രയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് തോന്നലുണ്ടാകാം. ഇനി അതല്ല, മറുഭാഗത്ത് നിന്ന് ചിന്തിച്ചാൽ എന്തിനാണ് മമതാ ബാനർജി ഇങ്ങനെ ഒരു ഹറാസ്മെൻറ്റ്, കോൺഗ്രസ് ഒരുതരം സ്നബിങ് അല്ലേ, ഇങ്ങനെയൊക്കെ ചെയ്യാമോ സാധാരണഗതിയിൽ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എങ്ങനെയാണ് ബംഗാൾ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ ഇടപെടലിനെ താങ്കൾ നോക്കിക്കാണുന്നത്? അല്ല, മമതാ ബാനർജിയുടെ ചരിത്രം, സ്വഭാവം വെച്ച് അറിയാവുന്നവർക്ക് അത്ഭുതകരമായി അവിടെ ഒന്നും സംഭവിച്ചതായി തോന്നുന്നില്ല. എത്ര വില കുറഞ്ഞ രീതിയിലാണ് ഈ വിഷയത്തെ അവർ സമീപിച്ചത് എന്ന് നമുക്ക് മനസ്സിലായി. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ ജോഡോ ന്യായ യാത്ര ഉചിതമാണോ, ഈ സമയത്ത് അത് വേണ്ടിയിരുന്നുവോ എന്ന കാര്യങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. ഏതായാലും അയാളൊരു ജാഥയുമായി മുന്നോട്ട് പോവുകയാണ്. ആ ജാഥയിൽ മമതാ ബാനർജിയും അവരുടെ പാർട്ടിയും പങ്കുചേരും അല്ലെങ്കിൽ പങ്കെടുക്കും എന്ന് പ്രത്യാശിക്കേണ്ട സന്ദർഭത്തിലാണ് മാൾഡ ഗസ്റ്റ് ഹൗസിൽ ഉച്ചഭക്ഷണം കഴിക്കുന്നതിനുള്ള അനുമതി പോലും രാജീവ് ഗാന്ധിക്കും കൂട്ടർക്കും നിഷേധിച്ചിരിക്കുന്നത്. അത് എത്രമാത്രം അപമാനകരമായ ഒരു സാഹചര്യമാണ്. ഈ ജാഥയുടെ പ്രാധാന്യത്തെ ഇത്രമാത്രം വില കുറച്ച് കാണിക്കുന്ന മറ്റൊരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നമുക്ക് കഴിഞ്ഞ ചർച്ചയിൽ ഡോക്ടർ വർഗീസ് ജോർജ് ഉൾപ്പെട്ട ആ ചർച്ചയിൽ നമ്മൾ പ്രകടിപ്പിച്ച അഭിപ്രായ പ്രകടനമൊക്കെ നടത്തിയിരുന്നു. അതിനേക്കാളൊക്കെ കാര്യങ്ങൾ വളരെയേറെ വഷളായി മുന്നോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ ബീഹാർ നഷ്ടപ്പെട്ടിരിക്കുന്നു, നിതീഷ് കുമാർ പോയിരിക്കുന്നു. ബംഗാൾ കടന്ന് രാഹുൽ ഗാന്ധിയുടെ ഈ ജാഥ ബീഹാറിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിതീഷ് കുമാറിനെതിരെ ഒരക്ഷരം പറയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എങ്ങനെയാണിത് മുന്നോട്ട് പോകുന്നത്? നമുക്ക് കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലോ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷനിലോ ഓരോ പാർട്ടിക്കും കിട്ടിയ വോട്ടിൻ്റെയും സീറ്റിൻ്റെയും കണക്കെടുത്തുകൊണ്ട് നാളെ ഈ അരിത്മെറ്റിക് ഇതേപോലെ തന്നെ പ്രവർത്തിക്കും എന്ന് പറയാൻ കഴിയില്ല. കാരണം സാഹചര്യം മാറിയിരിക്കുകയാണ്. ഈ ഇന്ത്യ മുന്നണിയിൽ, പ്രതിപക്ഷ മുന്നണിയിൽ വലിയ പ്രതീക്ഷ നമ്മൾ കുറെ കാലം മുമ്പ് അർപ്പിച്ചിരുന്നു. പക്ഷേ ആ പ്രതീക്ഷ എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഞാൻ പല ചർച്ചകളിലും അത് പ്രകടിപ്പിക്കുന്നുമുണ്ട്. ഇപ്പോൾ ഇത് അതിൻ്റെ സ്ഥാപകൻ തന്നെ നിതീഷ് കുമാർ തന്നെ, അദ്ദേഹം വീണ്ടും രാജിവെക്കുന്നു, വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു പുതിയ സഖ്യവുമായി. അതിൻ്റെ അർത്ഥം എന്താണ്? ബീഹാറിൽ ഇപ്പോൾ NDA ഭരണമാണ്. അതൊരു യാഥാർത്ഥ്യമല്ലേ? കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു പ്രസിഡൻഷ്യൽ സ്ഥാനാർത്ഥിയുടെ ആകാര വടിവോടെയും മികവോടെയും നരേന്ദ്രമോദി എന്ന വ്യക്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുമ്പോൾ ഇപ്പുറത്ത് ആരാണ് അതിനൊപ്പം നിൽക്കുന്നത്? ആരാണ് അതിനൊപ്പം നിന്ന് അദ്ദേഹത്തെ വെല്ലുവിളിക്കാൻ പ്രാപ്തനായിട്ടുള്ളത്? ആ ചോദ്യം നിൽക്കുമ്പോൾ വ്യക്തിയുമില്ല, പ്രസ്ഥാനവുമില്ല, സംഘടനയുമില്ല എന്ന സാഹചര്യത്തിൽ ഇപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നു. പക്ഷേ KJ ജേക്കബ്, ഒരു ഐഡിയോളജിക്കൽ എത്തിക്സ് ഇല്ല നിതീഷ് കുമാറിന് എന്നുള്ളത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. ഒരിക്കൽ കൂടി അത് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. മമതാ ബാനർജിക്ക് അത് ഉണ്ടെന്ന് കരുതുന്നുണ്ടോ? മമതാ ബാനർജി AB വാജ്പേയി സർക്കാരിൽ മന്ത്രിയായിരുന്നയാളാണ്. നമുക്ക് ഒരു 2 സീറ്റും നൽകാം കോൺഗ്രസിന് എന്ന് പറയുകയും ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് കോൺഗ്രസ് ഒന്ന് വരുന്നതിന് മുമ്പ് ഏക്ലാ ചലോ എന്നുള്ള മുദ്രാവാക്യം ഉയർത്തി ഇനി ഒരു ചർച്ചയ്ക്കും ഇല്ല എന്നുള്ള നിലപാടെടുത്ത് ഇപ്പോൾ ഗസ്റ്റ് ഹൗസിൽ ഭക്ഷണം കഴിക്കാൻ പോലും അനുവദിക്കില്ല എന്ന നിലയിലേക്ക് പോവുകയൊക്കെ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനി അഥവാ വർഗീയതക്കെതിരായിട്ടുള്ള ഒരു നിലവിലുള്ള മുന്നണി തോൽപ്പിക്കാൻ സാധിക്കുന്നു എന്ന് അവകാശപ്പെട്ടാൽ തന്നെ ഈ മുന്നണിയുടെ ഒരു പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത അത് ഇല്ല, അത് പൂജ്യമാണ് എന്ന് കാണുക വഴി എങ്ങനെയാണ് ഇവരെയൊക്കെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക? ഇവരെ വിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ED ആണ്. ഇതിനകത്ത് പ്രത്യയശാസ്ത്രത്തെക്കാൾ കൂടുതൽ ഇന്ത്യ മുന്നണിയുടെ ഒരു പ്രധാനപ്പെട്ട സംഭവം എന്നുള്ളത്
എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തന്നെയാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ കർണാടകത്തിൽ PFIയെ നിരോധിച്ചത് കോൺഗ്രസിനെ സഹായിച്ചു എന്നൊരു നിരീക്ഷണം എനിക്കുണ്ട്. എന്ന് പറയുന്ന പോലെ തന്നെയാണ് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെയാണ്, അതാണ് ഇത് യൂണിഫയിങ് ഫാക്ടർ എന്നുള്ളത്. അത് മമതാ ബാനർജിക്ക് പോലും, മമതാ ബാനർജിയുടെ 2 മന്ത്രിമാരെ ഇപ്പോൾ അറസ്റ്റിലുണ്ട്. ഈ പ്രശ്നം സ്റ്റാലിന് വരും, ഈ പ്രശ്നം കേജ്രിവാളിനുണ്ട്. ജാർഖണ്ഡിലെ മുഖ്യമന്ത്രി എപ്പോഴാണ് അറസ്റ്റിലാകുന്നതെന്നറിയില്ല. ഈ ഒരു സംഭവം നമ്മുടെ പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുമ്പിലുണ്ട്. ഇത്ര ഏകപക്ഷീയമായി ഈ അന്വേഷണ ഏജൻസികളെ നമ്മുടെ എല്ലാത്തരം തത്വങ്ങളെയും ലംഘിച്ചുകൊണ്ട് അന്വേഷണ ഏജൻസിയെ പ്രതിപക്ഷ നേതാക്കന്മാർക്കെതിരെ അഴിച്ചുവിടുന്ന ഒരു BJPയുടെ ഈ പോളിസി, അതാണ് സത്യത്തിൽ ഇവരെ യുണൈറ്റഡ് ആക്കി നിൽക്കുന്നത്. ഇപ്പോഴും ഞാനത് ആലോചിക്കേണ്ടായിരുന്നു. അതായത് കോൺഗ്രസും ഇന്ത്യ അലയൻസ് പാർട്ടികളും സീറ്റ് ചർച്ച തുടങ്ങുമ്പോഴും എന്താണ് ജനങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയാൻ ഇപ്പോഴും അവർക്ക് തീരുമാനമായിട്ടില്ല. സീറ്റ് ചർച്ചയിൽ ആണ് പലപ്പോഴും നിൽക്കുന്നത്. ഈ കാര്യത്തിലേക്ക് നമ്മൾ എന്താണ് BJP RSS സഖ്യത്തിനെതിരെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ധാരണ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കോൺഗ്രസിൻ്റെ നേതൃത്വം, ഇതിൻ്റെ അകത്ത് കോൺഗ്രസിൻ്റെ ഒരു പ്രശ്നം എന്നുള്ളത് കോൺഗ്രസിന് ഇപ്പോഴും പഴയ എന്താ പറയേണ്ട ഒരു മെഗാലോമാനിയ ആറ്റിറ്റ്യൂഡിൽ നിന്ന് അവർക്ക് ഇപ്പോഴും പുറത്തു വരാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ ഏകദേശം 3 മാസത്തോളം അവർ തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ ഒരു കാര്യവും ചെയ്തില്ല. നിതീഷ് കുമാർ ആദ്യമായിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസം പറയുന്നത് ആ കാലത്താണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ വേണ്ടിയിട്ട് ഒരു സഖ്യമുണ്ടാക്കി. ആ സഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്നുള്ളത് മാറ്റി നിയമസഭയിലേക്ക് മാത്രമായിട്ട് കോൺഗ്രസ് അതിന് ശ്രദ്ധ ചുരുക്കി. എന്നാൽ അതൊരു ഇന്ത്യ സഖ്യമായിട്ട് മത്സരിക്കുന്നുണ്ട്, അതൊട്ടില്ല കാര്യം. അവിടെ മറ്റ് കക്ഷികളൊന്നും അടുപ്പിക്കില്ല. കോൺഗ്രസിൻ്റെ കോൺഗ്രസിൻ്റെ മര്യാദകേട്, അതാണിപ്പം ഇതിനകത്ത് സത്യത്തിൽ എത്തിയിരിക്കുന്നത്. കോൺഗ്രസ് ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട കാര്യം, ഇതിൽ ഇപ്പം നികേഷ് പറഞ്ഞ പ്രത്യയശാസ്ത്ര പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ അതിന് ആദ്യം ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാവണ്ടേ? ജനങ്ങളോട് പറയാനുള്ള ഒരു പ്രത്യയശാസ്ത്രം ഉണ്ടാക്കാൻ ഈ പാർട്ടികൾക്ക് ഇതുവരെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അവരെല്ലാവരും വളരെ സീരിയസ് ആയിട്ട് സീറ്റ് വിഭജന ചർച്ചകൾ നടത്തുന്നുണ്ട്. പക്ഷേ സീറ്റ് വിഭജന ചർച്ച മാത്രം നടത്തിയത് കൊണ്ട് നരേന്ദ്രമോദിയുടെ സീറ്റുകൾ കുറയ്ക്കാൻ ഇവർക്ക് പറ്റില്ല എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കേണ്ടതുണ്ട്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം, BJPയെ സംബന്ധിച്ചിടത്തോളം, NDA സംബന്ധിച്ചിടത്തോളം, ആത്യന്തികമായി RSSനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിന് ഒരു കൃത്യമായ ലക്ഷ്യമുണ്ട്, കൃത്യമായ അജണ്ടയുണ്ട്. അതിനെ മറികടക്കാനുള്ള അതിന് പകരം ഞങ്ങളുടെ പോളിസി ഇതാണ് എന്ന് ജനങ്ങളോട് പറയാനുള്ള ഒരു ആലോചന പോലും ഇപ്പോഴും നമ്മൾ ഇന്ത്യ സഖ്യത്തിന്റെ ഏറ്റവും വലിയ ദൗർബല്യം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, JDU ഇന്ത്യ സഖ്യം വിട്ടു, BJPയോടൊപ്പം പോയി. ഇപ്പോൾ മമതാ ബാനർജിയുടെ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഒരു കാരണവശാലും മമതാ ബാനർജി ഭാരത് ജോഡോ ന്യായ യാത്രയുമായി സഹകരിക്കുന്നില്ല എന്നുള്ളതാണ്. അവിടെ മാൽഡ ഗസ്റ്റ് ഹൗസിലേക്ക് ഭക്ഷണം കഴിക്കാനുള്ള അനുമതി പോലുമില്ല, സിലിഗുരിയിലെ പബ്ലിക് മീറ്റിംഗ് നടത്താൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ JDUവിൻ്റെ പിന്നാലെ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ഇപ്പോൾ തൽക്കാലം അവർ NDAയിലേക്ക് പോകില്ല എന്ന് നമുക്ക് സാമാന്യ യുക്തി വെച്ച് പരിശോധിച്ചാൽ മനസ്സിലാകും. കാരണം ബംഗാളിൽ 30% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. പക്ഷേ വിശ്വസിക്കാൻ കഴിയാത്തവരായി മമതാ ബാനർജി മാറുന്നുണ്ടോ? ഇന്നിപ്പോൾ നേരത്തെ ഇവിടെ ഡോക്ടർ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു, CPIMൻ്റെ നിരവധി പ്രവർത്തകർ ഇന്ന് ഭാരത് ജോഡോ ന്യായ യാത്രയോടൊപ്പം ചേർന്ന് കഴിഞ്ഞിരിക്കുന്നു. അവിടെ അധീർ രഞ്ജൻ ചൗധരിയെ പോലുള്ള നേതാക്കളുടെ ആവശ്യം കോൺഗ്രസ് സഹകരിക്കേണ്ടത് തൃണമൂൽ കോൺഗ്രസുമായിട്ടല്ല, CPMുമായി അല്ലെങ്കിൽ ലെഫ്റ്റുമായിട്ടാണ് എന്നുള്ളതാണ്. അത് വിടുക. പക്ഷേ മമതാ ബാനർജി സഹകരിക്കാതിരിക്കുന്നു അല്ലെങ്കിൽ തടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു എന്നുള്ളത് എത്ര കണ്ട് ഗൗരവമായി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ? യഥാർത്ഥത്തിൽ നമ്മൾക്കൊരു ലക്ഷ്യമുണ്ട്. നേരത്തെ ഇവിടെ സംസാരിച്ച അദ്ദേഹം സൂചിപ്പിച്ച ഒരു ലക്ഷ്യബോധം ഇല്ലെന്നാണ്. നമുക്കൊരു ലക്ഷ്യമുണ്ട്. നമ്മുടെ ലക്ഷ്യം എന്താ? മതേതരത്വ സംരക്ഷണം തന്നെയാണ്. അതിനുവേണ്ടിയുള്ള ഒരു ദേശീയ ഫോറമാണ് നമ്മൾ കെട്ടിപ്പടുത്തുകൊണ്ടുവരുന്നത്. സ്വാഭാവികമായിട്ട് ഇതിന്റെ ആദ്യത്തെ തുടക്കം എന്നുള്ളതെങ്കിൽ ഇടയ്ക്കൊക്കെ പൊട്ടലും ചീറ്റലും ഒക്കെ ഉണ്ടാകും. നേരത്തെ ഏതെല്ലാം സമയത്ത് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ ശ്രീ മൊറാർജി ദേശായി കൊണ്ടുവന്ന അന്നത്തെ മുന്നണിക്കും ഇതുപോലുള്ള തർക്കങ്ങൾ ഉണ്ടായിരുന്നു തുടക്കത്തിൽ. കാരണം ഇന്ത്യ രാജ്യത്തെ ഭരണത്തെ സംബന്ധിച്ച് തീരുമാനമെടുക്കാനുള്ള നിർണായകമായ ചർച്ചയിൽ ചില ആളുകളും അവരുടെ പ്രാദേശികമായ സമ്മർദ്ദത്തിന് വഴങ്ങി അവർ ചിലപ്പം ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നടിച്ചിരിക്കാം. ഇവിടെ നികേഷ് എന്നോട് ചോദിച്ച ഇവിടെ ഈ പ്രശ്നം, അവിടെ സ്വാഭാവികമായിട്ടും ഒരു മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടിയല്ലേ ഒരാൾ മാറുന്നത്. ഒരു ആദർശപരമായ സമീപനം അതിനകത്ത് ഇങ്ങനെ കണ്ടെത്താൻ പറ്റും.
അധികാരം പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി ഒരു കാലൊന്ന് മാറ്റി ചവിട്ടിയാലും ശരി അധികാരമാണ് വലിയത് എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് ആ നിലയിൽ തന്നെ സംസാരിച്ചു പോകാൻ പറ്റും. പക്ഷെ നമ്മൾക്ക് ആവശ്യം എന്താ? നമ്മളുടെ ആവശ്യം നമ്മൾ രാജ്യത്തിന്റെ ഒരു മോചനമാണ്. എങ്ങനെ ഭരണഘടന സുസ്ഥാപിതമായി പോകുവാനും എല്ലാ മതവിഭാഗങ്ങൾക്കും ഒരുമിച്ച് ഇന്ത്യയിൽ ഒരേ ശക്തിയോടുകൂടി പ്രവർത്തിക്കുവാനും പറ്റുന്ന ഒരു അന്തരീക്ഷം, ആ അന്തരീക്ഷം ഉണ്ടാക്കുന്നതിൽ എല്ലാവരും പരസ്പരം വിട്ടുവീഴ്ച കാണിച്ചെങ്കിൽ മാത്രമേ കഴിയൂ. എന്റെ എലുകയിലും ഏരിയയിലും ആരും കയറരുത്, ഇതിൽ ഞാൻ തന്നെ എന്നൊരു വാശി എടുക്കാതിരിക്കുക, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാക്ടിക്കലായി അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതിന് വേണ്ടിയുള്ള സമീപനം എടുക്കുക. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഇത് ബാധകമാണ്. ആ സംസ്ഥാനങ്ങളിലുള്ള രാഷ്ട്രീയ കക്ഷികൾ, ചിലപ്പോൾ പ്രാദേശിക കക്ഷിയായിരിക്കും അവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പ്രസ്ഥാനം, കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആയിരിക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പോലെയുള്ള ഒരു ഫോഴ്സ്. അപ്പൊ അതുമായി സഹകരിച്ച് താൽക്കാലികമായി എന്തെങ്കിലും ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വന്നാലും ശരി, അതൊക്കെ നോക്കി മുന്നോട്ട് പോകണം. നോക്കൂ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, താങ്കളെ പോലെ ഒരു മുതിർന്ന നേതാവിന് അക്കാര്യത്തിൽ കൃത്യമായ ബോധ്യമുണ്ട്. പക്ഷേ അത് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ടോ എന്നാണ് നേരത്തെ ശ്രീ കെ ജെ ജേക്കബ് ചോദിച്ചതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നോക്കൂ, പറ്റ്നയിൽ ഈ യോഗം വിളിക്കുന്നതിന് മുമ്പ് നിതീഷ് കുമാർ അടുപ്പിച്ചത് മമതാ ബാനർജിയെയും അരവിന്ദ് കെജ്രിവാളിനെയാണ്. കോൺഗ്രസുമായിട്ട് മുഖാമുഖം നോക്കാത്ത രണ്ട് പാർട്ടികളെ ഒരു മുന്നണി യോഗത്തിലേക്ക് കൊണ്ടുവരികയും ആ ഘട്ടത്തിൽ അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ലോക്കലായിട്ടുള്ളൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു, അത് പരിഹരിക്കുന്നതിൽ പോലും നിതീഷ് കുമാറിൻ്റെ ഇടപെടൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് ഇങ്ങോട്ട് 2-3 യോഗങ്ങൾ നടന്നു. പക്ഷേ ആ 2-3 യോഗങ്ങളിലൊന്നും ഒരു കൺവീനറെ നിശ്ചയിച്ച് ആ യോഗ നടപടികൾ അല്ലെങ്കിൽ എങ്ങനെ ആ മുന്നണി പ്രവർത്തിക്കണം എന്നത് സംബന്ധിച്ച് ഒരു ഘടനാപരമായിട്ടുള്ള കാര്യത്തിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചില്ല. അതിന് മുൻകൈയെടുക്കാൻ കോൺഗ്രസ് തയ്യാറായുമില്ല എന്നുള്ളതാണ്. അവസാന ഘട്ടത്തിലേക്ക് എത്തിയപ്പോഴോ നിതീഷ് കുമാർ ഇനി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആയേക്കുമോ എന്നുള്ള ആശങ്കയെ തുടർന്ന് മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും അതിന് വിലങ്ങ് തടി വെക്കാൻ വേണ്ടി ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കുന്നു. ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ അവസാന തീരുമാനമെടുക്കുന്ന ഘട്ടം ഇന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കൺവീനർ ആകട്ടെ എന്നുള്ളൊരു തീരുമാനം വന്ന സമയത്ത് രാഹുൽ ഗാന്ധി കയറി പറഞ്ഞു മമതയോടുകൂടി ഒന്ന് ചോദിക്കട്ടെ എന്ന്. അവിടെ ആ യോഗത്തിൽ ഏറ്റവും ഒടുവിൽ ഖാർഗെ വിളിച്ച വെർച്വൽ മീറ്റിങ്ങിൽ 10 മിനിറ്റ് മുമ്പ് ക്യാമറ ഓഫാക്കി പോയി. അവിടെയാണ് തീരുമാനമെടുത്തിട്ടുള്ളത്. അതായത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ BJP-യിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ലക്ഷ്യമെങ്കിൽ ഇതിലൊക്കെ തന്നെയും ഡൈനാമിക് ആയിട്ടുള്ള ഒരു ചേഞ്ച് കൊണ്ടുവരാൻ ആര് നേതാവാകുന്നു എന്നുള്ളതല്ല, എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള പ്ലേസ്മെൻറ്റ് കൊടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കണമായിരുന്നു. അതിന് നിർണായക ഘട്ടത്തിൽ കോൺഗ്രസിന് കഴിഞ്ഞില്ല. പിന്നെ അതിനിടയിൽ 3-4 മാസം 5 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ മുന്നണിയെ നിശ്ചലമാക്കി നിർത്തി. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് ശ്രീ കെ ജെ അടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. സാർ, മികച്ച ഒരു കാര്യം പറയാം. ഈ കാര്യത്തിനകത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. കാരണം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പറഞ്ഞു ഞങ്ങൾ പ്രൈം മിനിസ്റ്റർഷിപ്പിലോട്ടില്ല, പുതിയ ആൾ വരട്ടെ, അതിനുവേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വരട്ടെ എന്നുള്ള നിലയിലാണ് നിന്നത്. ആ രൂപത്തിൽ ചില ചർച്ചകളും നടന്നല്ലോ. ആ ചർച്ചകളുടെ അവസാനമാണ് ഇവിടെ കൺവീനർഷിപ്പിനെ കുറിച്ച് വന്നത്. കൺവീനർഷിപ്പിൽ ഞങ്ങളുമായിട്ടല്ല തർക്കം, മമതാ ബാനർജിയായിട്ടാണ് തർക്കം. മമതാ ബാനർജിയോട് ചോദിക്കട്ടെ എന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞത് യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ബ്രോഡ് മൈൻഡഡ്നെസ് അല്ലേ നമ്മൾ കാണുന്നത്, അദ്ദേഹത്തിന്റെ വിശാലമായ ഒരു മനസ്സല്ലേ നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ തമ്മിലുള്ള തർക്കത്തിനകത്ത് ഈ മുന്നണിയേ വേണ്ട എന്നൊരു നിലപാടെടുത്ത് പോകാമോ? മുന്നണി പ്രശ്നങ്ങൾ ഉണ്ടാകും. ഞങ്ങൾ അതിനകത്ത് ഒരു തർക്കം ഉണ്ടാക്കിയിട്ടില്ല. മാത്രമല്ല പ്രൈം മിനിസ്റ്റർഷിപ്പിന് കോൺഗ്രസിനകത്ത് നിന്ന് ആളുകൾ ഇപ്പൊ ഇല്ല എന്ന രൂപത്തിലുള്ള വാർത്തകൾ തന്നെ വന്നതല്ലേ, ആരും നിഷേധിച്ചില്ലല്ലോ. അപ്പം പ്രശ്നം അതല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ടുള്ള തർക്കവുമല്ല. തർക്കം വന്നത് വേറെ ചില കേന്ദ്രങ്ങളിലാണ്. ആ തർക്കം പരിഹരിക്കുന്ന കാര്യത്തിൽ നേരത്തെ ഒരുമിച്ച് നിന്നവരാണ്. ഇവിടെ അറിയാവുന്ന മമതാ ബാനർജിയായിട്ട് ഇവർ യോജിച്ച് തന്നെ നേരത്തെ നിന്നതാണ്. പിന്നീട് ഇടയ്ക്ക് വന്ന് തെറ്റി. അതൊന്നും കോൺഗ്രസിന്റെ കുറ്റമല്ലല്ലോ. എന്തിനും കോൺഗ്രസിനെ കുറ്റപ്പെടുത്താം. പക്ഷെ ഈ കാര്യത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് എന്തെങ്കിലും കഥയുണ്ടോ എന്ന് ശരി, അതാണ് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുള്ള വാദം. ശ്രീ ശങ്കുട്ടി ദാസ്, നോക്കൂ, പ്രശാന്ത് കിഷോറാണ് പറഞ്ഞത് RJD സഖ്യത്തിൽ തുടരുകയാണ് എങ്കിൽ JDU-ന് 5 സീറ്റ് തികയ്ക്കാനാകില്ല എന്ന്. ഇന്നിപ്പോൾ
പ്രശാന്ത് കിഷോർ അതിൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു 5 സീറ്റ് തികയ്ക്കില്ല എന്ന്. ഉടനെ അവർ ഭയപ്പെട്ടു, BJP പാളയത്തിലേക്ക് പോയി. നേരത്തെ പ്രശാന്ത് കിഷോർ BJP പാളയത്തിലേക്ക് നിതീഷ് കുമാർ വീണ്ടും ചേക്കേറുമെന്ന് പ്രവചിച്ചിരുന്ന ആളുമാണ്. അതുപോലെ സംഭവിക്കുകയും ചെയ്തിരിക്കുന്നു. ഇന്നിപ്പോൾ പ്രശാന്ത് കിഷോർ പറയുന്നത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20-ൽ കൂടുതൽ സീറ്റ്, നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് 20 സീറ്റിൽ കൂടുതൽ സീറ്റ് കിട്ടിയാൽ, JDUവിന് 20 സീറ്റിൽ കൂടുതൽ കിട്ടിയാൽ ഞാൻ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കുമെന്നാണ്. ശ്രീ ശങ്കുട്ടിദാസ്, യഥാർത്ഥത്തിൽ ഈ നിതീഷ് കുമാർ എന്ന ഒരു ഫിഗറിൽ വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണല്ലോ ചെറിയ കക്ഷിയായിട്ടും BJP ആണെങ്കിലും RJD ആണെങ്കിലും മുഖ്യമന്ത്രി പദം കൊടുക്കുന്നത്. പക്ഷേ രാഷ്ട്രീയമായി JDUവിൻ്റെ മണ്ണ് വലിയ നിലയിൽ ഒലിച്ചുപോയി എന്നുള്ള വാദമാണ് യഥാർത്ഥത്തിൽ RJDക്കുള്ളത്. ഇപ്പോൾ പ്രശാന്ത് കിഷോറിനെ പോലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾക്കുള്ളത്. ഞാൻ അതിനോട് യോജിക്കുന്നില്ല. യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ എന്ന് പറയുന്ന നേതാവിൻ്റെ പൊളിറ്റിക്കൽ വിസ്ഡത്തെ വളരെ ചുരുക്കി കണ്ടതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന അദ്ദേഹം നടത്തിയത്. നിങ്ങൾ നിതീഷ് കുമാറിൻ്റെ ഒരു ഗ്രാഫ് നോക്കൂ, അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നിങ്ങൾ നോക്കൂ. 2005 മുതൽ ഇന്ന് വരെ, അതായത് മിനിസ്റ്റർ കിട്ടിയ അന്ന് മുതൽ ഇന്ന് വരെ തുടർച്ചയായിട്ട് ബീഹാറിൻ്റെ ഭരണത്തിൽ നിതീഷ് കുമാർ ഉണ്ട്. അതിനിടയിൽ വളരെ ചെറിയൊരു പീരീഡ് 2004 മെയ് മുതൽ 2005 ഫെബ്രുവരി വരെ ഏതാനും മാസങ്ങൾ മാത്രം മാറി നിന്നതൊഴിച്ചാൽ എല്ലാ സമയത്തും മുന്നണികൾ മാറിയും മറിഞ്ഞും അദ്ദേഹം ബീഹാറിലുള്ള തൻ്റെ അധികാരം നിലനിർത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ഒരു 11 വർഷത്തിനിടയിൽ 4 തവണ അദ്ദേഹം മുന്നണികൾ മാറിയിട്ടുണ്ട്. അദ്ദേഹം ഓരോ തവണ മുന്നണി മാറുമ്പോഴും വളരെ കൃത്യമായിട്ടുള്ളൊരു കാൽക്കുലേഷൻ അദ്ദേഹത്തിനുണ്ട്. ആദ്യഘട്ടത്തിൽ ഈ 96 മുതൽ അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാവുന്നത് മുതൽ കൊണ്ടുവരുന്ന NDA അലയൻസ് 2013 ഇവർ അവസാനിപ്പിക്കുന്നതിന് കാരണം ബീഹാറിൽ ഈ സഖ്യത്തിനുള്ളിൽ BJP കൂടുതൽ വലുതാവുകയും JDU ചെറുതാവുകയും ചെയ്യുകയാണ്. മാത്രമല്ല ദേശീയ തലത്തിൽ നരേന്ദ്രമോദി നേതൃത്വത്തിലൊരു സർക്കാർ വരുമ്പോൾ തൻ്റെ പ്രാധാന്യം കുറഞ്ഞു പോകുമോ എന്നുള്ള കാഴ്ചപ്പാടിലാണ്. BJPക്ക് മുന്നിൽ തൻ്റെ പൊളിറ്റിക്കൽ മൈറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ സഖ്യത്തിൽ നിന്ന് മാറുന്നതും മഹാഗഡ്ബന്ധൻ ഉണ്ടാക്കുന്നതും ആ ഗഡ്ബന്ധൻ്റെ ഭാഗമായി തുടരുന്നതും 2017 അതിൽ നിന്ന് പിളർന്നിട്ട് കൂടുതൽ ശക്തനായി കൂടുതൽ കരുത്തനായി തന്റെ പ്രാധാന്യം ഉറപ്പിച്ചുകൊണ്ട് അദ്ദേഹം NDAയിലേക്ക് മടങ്ങി വരികയും ചെയ്യുന്നു. അദ്ദേഹം പിന്നീട് NDAയിൽ നിന്ന് രണ്ടാമത് പോകുന്ന സാഹചര്യം എന്താ? 2020 നിയമസഭാ അതൊന്നും വിശദീകരിക്കണമെന്നില്ല ശ്രീ ശങ്കുട്ടിദാസ്. ഞാൻ ചോദിക്കുന്നത് ഇങ്ങനെ ഒരു പൽത്തുറാമായി നിങ്ങളുടെ തന്നെ ഭാഷയിൽ നിതീഷ് കുമാറിനെ എപ്പോഴും വിശേഷിപ്പിച്ചിട്ടുള്ളത് അതാണല്ലോ, അല്ലെങ്കിൽ ഒരു ഓന്തായി എപ്പോഴും നിതീഷ് കുമാർ നിൽക്കുന്നത് ജനങ്ങൾ അംഗീകരിക്കുമെന്നാണോ കരുതുന്നത്? ഇപ്പം നിങ്ങൾ തന്നെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നിതീഷിനെ വെച്ചു പുലർത്താനാകില്ല എന്നുള്ള തോന്നലിൻ്റെ അടിസ്ഥാനത്തിലല്ലേ 2020 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിരാഗ് പസ്വാനെ വെച്ച് നിതീഷിൻ്റെ സാധ്യതകൾ വെട്ടിയത്? അതുകൊണ്ടല്ലേ JDU 43 സീറ്റിലും BJP 74 സീറ്റിലും എത്തിയത്? അതെ, അവിടെ തനിക്ക് തൻ്റെ പ്രാധാന്യം കുറഞ്ഞതായി തോന്നി. അവിടെയാണ് അദ്ദേഹം പോകുന്നത്. ഇപ്പം എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ ഈ പറയുന്ന INDA സഖ്യത്തിൽ നിന്ന് പോകുന്നത്? നിങ്ങൾ പറയുന്ന ഈ കാരണം, അതായത് മല്ലികാർജുൻ ഖാർഗെയെ ചെയർമാനായിട്ട് അരവിന്ദ് കെജ്രിവാളും മമതാ ബാനർജിയും കൂടി ഉയർത്തിക്കൊണ്ടുവന്നത് അദ്ദേഹത്തിൻ്റെ ഈഗോനെ ഹർട്ട് ചെയ്തു എന്നുള്ളത് മാത്രമല്ല, ഈ പറയുന്ന INDA മുന്നണി പൊതുവിൽ ഈ നിതീഷ് കുമാറിൻ്റെ പൊളിറ്റിക്കൽ വിസ്ഡത്തെ ചുരുക്കി കണ്ടു എന്നുള്ളതാണ്. നിതീഷ് കുമാറിൻ്റെ ആശയം എന്താണ്? നരേന്ദ്രമോദി വേഴ്സസ് സംവൺ എന്നുള്ള രീതിയിൽ വ്യക്തികൾ തമ്മിലുള്ളൊരു തെരഞ്ഞെടുപ്പായി കൊണ്ടുവരരുത്. നരേന്ദ്രമോദി വേഴ്സസ് കളക്റ്റീവ് ലീഡർഷിപ്പ്, ഒരു പൊതുവായ കൂട്ടായിട്ടുള്ള നേതൃത്വം എന്നാണ്. ഈ ഐഡിയനെ ടാർണിഷ് ചെയ്യാണ്, ഈ ഐഡിയനെ തന്നെ ടോർപ്പിഡോ ചെയ്യാണ് ഒരു ചെയർമാനായി, ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി മല്ലികാർജുൻ ഖാർഗെയെ കൊണ്ടുവരുമ്പോൾ. കാരണം അത് വളരെ അണീവണായിട്ടുള്ള ബാറ്റിലാണ്. നരേന്ദ്രമോദി വേഴ്സസ് ഖാർഗെ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ അഡ്വാൻറ്റേജ് അവിടെ കൂടുകയാണ്. അവിടെ തന്നെ നിതീഷ് കുമാർ ഈ പറയുന്ന INDA എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബേസിക് പൊളിറ്റിക്കൽ തിങ്കിങ് അവിടെ തെറ്റി. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? ഇദ്ദേഹം ഇപ്പോൾ INDA മുന്നണിയുടെ പ്രചാരകനായിട്ട് ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുകയാണ് കഴിഞ്ഞ 6 മാസമായിട്ട്. ഈ പറയുന്ന ബീഹാറിലുള്ള ഭരണം മുഴുവൻ തേജസ്വി യാദവാണ് കൈയാളുന്നത്. INDA മുന്നണി ഒന്നും ആവുന്നുമില്ല, ബാക്കി ആരും ഈ മുന്നണിയെ വളരെ ഗൗരവമായിട്ട് എടുക്കുന്നുമില്ല. നിതീഷ് കുമാർ മാത്രം ഇതിനുവേണ്ടി അധ്വാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ അതേസമയം ബീഹാറിൽ തേജസ്വി യാദവിന്റെ കീഴിൽ RJD കൂടുതൽ ശക്തി പ്രാപിക്കുകയും JDU ചെറുതാവുകയും ചെയ്യുന്നു. ഇപ്പോൾ നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്ന് അകറ്റാൻ വേണ്ടി താൻ ദേശീയ തലത്തിൽ ശ്രമിച്ചിട്ട് അവസാനം ദേശീയ തലത്തിൽ ഒന്നും സംഭവിക്കില്ല, ബീഹാറിലുള്ള ഭരണവും നഷ്ടപ്പെടുമെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് INDA മുന്നണി ഉപേക്ഷിച്ച് വീണ്ടും NDA പാളയത്തിലേക്ക് വരാൻ തീരുമാനിക്കുന്നത്. ഓരോ സാഹചര്യത്തിലും ഒരു 2005 മുതൽ 2024 വരെ തുടർച്ചയായിട്ട് ഭരണത്തിലിരിക്കുന്ന ഒരാളെന്ന് പറയുന്നത് എവിടെയാണ് തനിക്ക് നഷ്ടം സംഭവിക്കുന്നത് തിരിച്ചറിയാനുള്ള ഒരു ശേഷിയുള്ളത് കൊണ്ടാണ്. പ്രശാന്ത് കിഷോർ താത്വികമായിട്ടാണ് ഈ കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നത്. എന്നാൽ നിതീഷ് കുമാർ പ്രായോഗികമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് നമുക്ക് മുമ്പിൽ തെളിയിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അതിന് ആ വിലയിരുത്തൽ ശരിയാണെന്ന് ഞാൻ കരുതുന്നില്ല. രണ്ടാമത്തെ കാര്യം ഞാൻ പറയട്ടെ, INDA മുന്നണി എന്ന് പറയുന്ന സംവിധാനം എന്തുകൊണ്ടാണ് നിലനിൽക്കാത്ത പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള പ്രശ്നം എന്നൊക്കെ നിങ്ങൾ പറയുമ്പോൾ നോക്കി, ഈ ബിഗ് ടെന്റ് അലയൻസുകളൊക്കെ നിലനിൽക്കണമെങ്കിൽ ആദ്യം ഒരു
ഐഡിയോളജിക്കൽ ഒരു സിംഗുലാരിറ്റി വേണം. അതായത് ഇപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അങ്ങനെ ഒരു സംഭവമായിരുന്നു, സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ലക്ഷ്യം. പിന്നീട് പറഞ്ഞ ജനതാ അലയൻസ്, മൊറാർജി ദേശയുടെ നേതൃത്വത്തിൽ ജനതാ അലയൻസ് അങ്ങനെ ഒരു സംഭവമായിരുന്നു, ജനാധിപത്യം എന്ന് പറയുന്ന ലക്ഷ്യം. ഇവിടെ ബിഗ് ടെന്റിന്റെ ഈ പറയുന്ന INDA മുന്നണിയുടെ ലക്ഷ്യം എന്താണ്? നരേന്ദ്രമോദിയെ ഭരണത്തിൽ നിന്ന് മാറ്റുക, NDAനെ തോൽപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആ ചോദ്യം ഒറ്റയ്ക്ക് നിൽക്കുന്നില്ല. അതിനോടനുബന്ധിച്ച് വരുന്നൊരു സ്വാഭാവിക ചോദ്യമുണ്ട്, പിന്നെ എന്ത്, എന്നിട്ട് എന്ത്, നരേന്ദ്രമോദി ഇറക്കിയാൽ ആര്? ഈ ചോദ്യത്തിന് ഇവർക്ക് ആർക്കും ഒരു പൊതുവായിട്ടുള്ള ഉത്തരവില്ല. ഈ ചോദ്യത്തിൽ ഓരോരുത്തരും സ്വന്തം ക്ലെയിമുകൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നിതീഷ് കുമാറിന്റെ ആ സാധ്യത ഒഴിവാക്കാൻ വേണ്ടി അരവിന്ദ് കെജ്രിവാളിനും മമതാ ബാനർജിക്ക് ഇങ്ങനെ ഒരു തുറപ്പിറക്കേണ്ടി വരുന്നത്. ഈ അരവിന്ദ് കെജ്രിവാൾ എന്നിട്ട് എന്താ ചെയ്തത്? കഴിഞ്ഞ ദിവസമാണ് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടിയുടെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗത് മാൻ പറഞ്ഞത്, ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായിട്ട് ഞങ്ങൾ ഒരു സഖ്യത്തിന് അതൊക്കെ നമ്മുടെ മുന്നിലുള്ള കാര്യമാണ്. നമ്മളെ പ്രത്യേകിച്ച് അതെടുത്ത് സംസാരിക്കണമെന്നില്ല. ദയവായി തുടരുക. സെബാസ്റ്റ്യൻ പോൾ, ഇപ്പോൾ ശ്രീ ശങ്കുട്ടിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ പ്രധാനമന്ത്രി സ്ഥാനം ഇല്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടു പോകുന്നു. ഇതായിരുന്നു നിതീഷ് കുമാറിൻ്റെ അവസ്ഥ. മുഖ്യമന്ത്രി സ്ഥാനം കൈവിട്ടു പോയാൽ അത് RJDയുടെ കയ്യിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ JDUവിന് യാതൊരു റോളും ഇല്ലാത്ത സ്ഥിതിവിശേഷം ഉണ്ടാകും. ഒരു വിഭാഗം ജാതിക്കൂട്ടങ്ങളുടെ മാത്രം പാർട്ടിയായിട്ട് JDU മാറും. അത് നിതീഷ് കുമാറിൻ്റെ കാലഘട്ടം അവസാനിക്കുന്നതോടുകൂടി പൂർണ്ണമായും ഇല്ലാതാവും. നിതീഷ് തോളൊപ്പം മറ്റൊരാളെ വളർത്തിയിട്ടില്ല എന്നുള്ളത് അങ്ങേക്കും അറിയാമല്ലോ. ഇവിടെ മറ്റൊരു കാര്യം ശ്രീ ശങ്കുട്ടിദാസ് തന്നെ വിശദമാക്കിയതുപോലെ തന്നെ നരേന്ദ്രമോദി വേഴ്സസ് ഹൂ എന്ന് വെളിവാക്കി കഴിഞ്ഞാൽ പിന്നെ വളരെ എളുപ്പമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ബീഹാറിൽ നിതീഷ് കുമാർ, തമിഴ്നാട്ടിൽ സ്റ്റാലിൻ, വെസ്റ്റ് ബംഗാളിൽ മമത, ആ നിലയിൽ പ്രാദേശികമായി എൻ്റെ നേതാവാണ് പ്രധാനമന്ത്രിയാകാൻ സാധ്യത എന്ന നിലയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുവാണെങ്കിൽ ഓരോ സംസ്ഥാനത്തേക്ക് ആ തെരഞ്ഞെടുപ്പ് ചുരുക്കാൻ കഴിയുമായിരുന്നു എന്ന ഒരു സ്ട്രാറ്റജി കൂടി ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പരസ്പരം വെട്ടുക എന്നുള്ളത് കൊണ്ട് പെട്ടെന്ന് കയറി മല്ലികാർജ്ജുൻ ഖാർഗെ വെച്ചു. നിതീഷ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തോട് രാഷ്ട്രീയം മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണോ എന്ന നിലയിൽ ഒരു വ്യക്തത വരുത്താൻ കൂട്ടാക്കാതിരിക്കുക, ഇതൊക്കെ സാധാരണഗതിയിലെ ഈ BJP വിരുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ ഇതൊക്കെ ജെല്ലായി മാറേണ്ടതാണ് സാധാരണഗതിയിൽ. പക്ഷെ ആയില്ല. അതെ, തീർച്ചയായും നിതീഷ് കുമാറിന്റെ ഈ വിചിത്രമായ നയംമാറ്റം, നിലപാട് മാറ്റം എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും ലളിതവും എന്നാൽ വിശ്വാസയോഗ്യവുമായ ഉത്തരമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവി. അദ്ദേഹത്തിന് NDAക്കൊപ്പം പോയാൽ പ്രധാനമന്ത്രിയാകാൻ കഴിയില്ല. അങ്ങനെ ഒരു ഒഴിവ് അവിടെ ഇല്ല. മറിച്ച് അദ്ദേഹത്തിന് മുഖ്യമന്ത്രിയായി തന്നെ തുടരണമെങ്കിലോ അവിടെയും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ട്. മുൻധാരണ അനുസരിച്ച് അദ്ദേഹം ഇപ്പോൾ ആ പദവി കൈമാറേണ്ട സമയമായി. ഇനി എന്ത് എന്ന ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്ന നിലയിലാണ് നിതീഷ് കുമാർ തൻ്റെ ഈ മുന്നണിയെ തന്നെ കൈവിട്ടുകൊണ്ട് NDA സഖ്യത്തിൽ ചേരുകയും മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കുകയും NDAയുടെ പിന്തുണയോടെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിരിക്കുന്നത്. അതൊരു പ്രായോഗിക രാഷ്ട്രീയക്കാരൻ്റെ ഒരു പ്രായോഗിക ബുദ്ധിയിൽ നിന്ന് ഉണ്ടായ ഒരു കാര്യം മാത്രമായിരിക്കാം. അതിനപ്പുറം ഇന്ത്യ മുന്നണിയുടെ ഭാവി എന്ത് എന്ന ചോദ്യവും അദ്ദേഹത്തെ അലട്ടുന്നുണ്ടാകുമല്ലോ. അദ്ദേഹം അതിൻ്റെ സ്ഥാപകനാണ് എന്നൊക്കെ പറയുമ്പോഴും എങ്ങനെയായിരിക്കും ഈ മുന്നണി മുന്നോട്ട് പോകുന്നത്? നമുക്കിവിടെ ഓരോ സംസ്ഥാനത്തും ഓരോ നേതാവ്, ആ നേതാവിനെ കണ്ടുകൊണ്ട് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ആ രീതിയിൽ അല്ല എന്നതിന് ധാരാളം ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ ആരാണ് ഡൽഹിയിൽ പ്രധാനമന്ത്രിയാവുക, ആരാണ് രാജ്യത്തെ നയിക്കുക എന്ന ചോദ്യമുണ്ടാകുമ്പോൾ ചില പേരുകൾ അവിടുത്തെ തെളിഞ്ഞു വരണം. ഇപ്പോൾ 1977 ഇവിടെ പരാമർശിക്കപ്പെട്ടു. അന്ന് അടിയന്തരാവസ്ഥയ്ക്കെതിരെ ഉണ്ടായ മുന്നണിയാണ്. ആ മുന്നണിയെ നയിക്കുന്നതിന് മൊറാർജി ദേശായി ഉണ്ടായിരുന്നു. ആ ഭരണ സംവിധാനത്തിന് പുറത്തുനിന്ന് ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നതിന്, ഉപദേശം നൽകുന്നതിന്, നിർദ്ദേശം നൽകുന്നതിന് ജയപ്രകാശ് നാരായണൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംവിധാനം ഇപ്പോഴുണ്ടോ? ഇന്ത്യ മുന്നണിയുടെ ആവിർഭാവം മുതൽ ചൂണ്ടിക്കാണിക്കുന്ന ഒരു പോരായ്മ അതാണ്. ആ സ്റ്റേച്ചറിൽ ഉള്ള ഒരു നേതാവിനെ കണ്ടെത്താൻ കഴിയുന്നില്ല. നമുക്ക് നിതീഷ് കുമാറിനെ കുറിച്ചൊക്കെ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും അങ്ങനെയൊരു ദേശീയ സ്റ്റേച്ചർ ഒന്നും ആർജിച്ചു എന്ന് പറയാൻ കഴിയില്ല. പക്ഷെ ഇപ്പോൾ അതുമില്ല. മമതാ ബാനർജിയില്ല. മമതാ ബാനർജിയൊക്കെ എത്ര നിസ്സാരമായ കാര്യങ്ങൾ ചൊല്ലിയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലൊരു നേതാവിന് അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പരിപാടിയുമായി തൻ്റെ സംസ്ഥാനത്തെത്തുമ്പോൾ ഉച്ചഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൽ പോലും തടസ്സമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഒരു വില കുറഞ്ഞ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു മുന്നണിയെ ഏതെങ്കിലും പ്രാദേശിക സംസ്ഥാനത്തെ
പ്രാദേശിക നേതാവിനെ കണ്ടുകൊണ്ട് ജനങ്ങൾ പിന്തുണയ്ക്കും, വോട്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. അത് രാഷ്ട്രീയമായി അസാധ്യമാണ്. എന്തുകൊണ്ടാണ് നിതീഷ് കുമാർ മുന്നണി വിട്ടത് അല്ലെങ്കിൽ എൻ ഡി എയിൽ ചേർന്നത്? ദുർബല വാക്കുകൾ കൊണ്ട് എൻ ഡി എയിലെ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികൾ. ഡോക്ടർ വർഗീസ് ജോർജ്, നോക്കൂ, നിലവിൽ ഇതാണ് സ്ഥിതി. നിതീഷ് കുമാർ മാത്രമേ ഔദ്യോഗികമായി ഇന്ത്യ മുന്നണി വിട്ടുപോയിട്ടുള്ളൂ. മമതാ ബാനർജി ഇപ്പോഴും ഉണ്ട് എന്നുള്ള പ്രതീക്ഷയിലാണല്ലോ താങ്കൾ നിൽക്കുന്നത്. അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മമതാ ബാനർജി നേടുന്ന സീറ്റുകൾ ഇന്ത്യ മുന്നണിയിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഇത് മമതാ ബാനർജി പറഞ്ഞിട്ടില്ല. മമതാ ബാനർജി പറഞ്ഞിട്ടുള്ളത് ഞാൻ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം സ്ഥിതിഗതികൾ നോക്കി എങ്ങോട്ട് ചെരിയണം എന്ന് അപ്പോൾ തീരുമാനിക്കുമെന്നുള്ള. ശരി, താങ്കളുടെ പ്രതീക്ഷ പോലെ തന്നെ കാര്യങ്ങൾ നടക്കുന്നു എന്ന് വിചാരിക്കുക. നമുക്ക് നിതീഷ് കുമാറിലേക്ക് മാത്രമായി ചുരുങ്ങാം. നോക്കൂ, നിതീഷ് കുമാറിൻ്റെ ഈ പാൽത്തൂറാം രാഷ്ട്രീയത്തെ എന്തുകൊണ്ടാണ് അപലപിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാകാത്തത്? അരവിന്ദ് കെജ്രിവാൾ വളരെ ദുർബലമായ വാക്കുകളിലൂടെ മാത്രം അപലപിക്കുന്നത്. നോക്കൂ, മറുഭാഗത്ത് BJP ഉണ്ടാക്കുന്നൊരു പൊളിറ്റിക്കൽ നറേറ്റീവ് ഉണ്ടല്ലോ. ഇവിടെ കുടുംബാധിപത്യമാണ്, കുടുംബ രാഷ്ട്രീയമാണ് ഇന്ത്യ മുന്നണിയിൽ. അങ്ങനെ കുറേയധികം പേരുകൾ അദ്ദേഹം ആളുകളുടെ അല്ലെങ്കിൽ വോട്ടർമാരുടെ മുന്നിലേക്ക് വെച്ച് നീട്ടുകയാണ്. അതിന് ബദലായി BJP ചെയ്യുന്ന കാര്യങ്ങൾ നിയമസഭാ കക്ഷിയെ ഏജൻസി വെച്ച് പിളർത്തുക, പണം നൽകി തങ്ങളുടെ പക്ഷത്തേക്ക് MLA-മാരെയും MP-മാരെയും കൊണ്ടുവരിക. അത് പക്ഷേ കൃത്യമായ രീതിയിൽ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ഇന്ത്യ മുന്നണിക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. എൻ്റെ ചോദ്യം മറ്റതിലേക്ക് വരുന്നു. എന്തുകൊണ്ടാണ് നിതീഷ് പോയതിനെ അപലപിക്കാൻ RJD വലിയ നിലയിൽ തയ്യാറായിട്ടില്ല, കോൺഗ്രസ് വലിയ നിലയിൽ തയ്യാറായിട്ടില്ല, ആം ആദ്മി പാർട്ടി അടക്കമുള്ള മറ്റ് ഘടകകക്ഷികൾ തയ്യാറായിട്ടില്ല? എന്തുകൊണ്ട്? നികേഷ് സാറേ, ഈ മിസ്റ്റർ ശങ്കുറ്റി ദാസ് നിതീഷ് കുമാറിനെ മഹത്വവൽക്കരിക്കുമ്പോഴും ചില അടിസ്ഥാനപരമായ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. സാറിന് അറിയാമല്ലോ, ഞാൻ നിതീഷ് കുമാറിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. നിതീഷ് കുമാർ എപ്പോഴൊക്കെ രാഷ്ട്രീയമായ മാറ്റത്തിന് ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ ഒരു അർത്ഥഗർഭമായ മൗനമുണ്ട്. ഇവിടെ ഭരണജ്ഞാനത്ത് മദ്യനിരോധന സമ്മേളനത്തിന് വന്നപ്പോൾ കൊച്ചി ഗസ്റ്റ് ഹൗസിൽ വെച്ച് പത്രപ്രവർത്തകർ ആവർത്തിച്ച് ഇവിടുത്തെ പോളിറ്റിക്സ് ചോദിച്ചു. ഒരക്ഷരം അദ്ദേഹം സംസാരിച്ചില്ല. അടുത്തയാഴ്ച റാം ഗോവിന്ദ് പ്രസിഡന്റ് സ്ഥാനം വന്നപ്പോൾ അദ്ദേഹം പിന്താങ്ങുകയാണ്. അന്ന് ഉച്ചയ്ക്ക് തന്നെ ഞാൻ അദ്ദേഹത്തിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. ഇവിടെ യഥാർത്ഥത്തിൽ നിതീഷ് കുമാർ പോയത് എന്തുകൊണ്ടാണ്? ഈ പറയുന്ന കൺവീനർ സ്ഥാനത്തിന്റെ പ്രശ്നമൊന്നുമല്ല. ഇവിടെ മുമ്പ് സൂചിപ്പിച്ച പോലെ നികേഷ് സാർ തന്നെ സൂചിപ്പിച്ചു, ഞങ്ങളുടെ പാർട്ടി ഇപ്പോൾ ഞങ്ങളായിരിക്കുന്ന RJD-യും JD-യുമായി ഒരു തീരുമാനമുണ്ടായിരുന്നു. ജനുവരി മാസത്തിൽ അവിടുത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായ RJD-ക്ക് 79 MLA-മാരുള്ള RJD-ക്ക് അദ്ദേഹം മുഖ്യമന്ത്രി സ്ഥാനം കൈമാറണം. ഈ ജനുവരി മാസത്തിന്റെ ഒടുവിൽ അദ്ദേഹം ദേശീയ തലത്തിൽ മുഴുവൻ സമയ പ്രവർത്തകനായിട്ട് മാറണം. അപ്പോൾ ആ മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയാതിരിക്കാനായിട്ടുള്ള ഒരു മാർഗമാണ് ഒന്ന്. രണ്ട്, ഈ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ഉത്തരേന്ത്യയിൽ ഒരു തീവ്ര ഹിന്ദു വേവ് ഉണ്ടെന്നുള്ള സത്യമാണ്. നിതീഷ് കുമാറിന് മനസ്സിലായി കാണും. ആ തീവ്ര ഹിന്ദു ഒരു തരംഗം ഗംഗാ തടത്തിലും പാടലീപുത്രത്തിലും കൂടി അലയടിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹത്തിന് ബോധ്യമായി. മൂന്നാമതായിട്ട് കഴിഞ്ഞ 5 ഇലക്ഷനിൽ പ്രതീക്ഷകൾക്ക് വിരുദ്ധമായി BJP വലിയ വിജയം നേടുന്നതും അദ്ദേഹത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു കാണും. അതുകൊണ്ട് തീർച്ചയായിട്ടും നിതീഷ് കുമാർ ഇന്നോ ഇന്നലെയോ കൺവീനർ സ്ഥാനം കിട്ടുന്നതിനെ കുറിച്ച് ഒരു പുറമേ പറയുന്നുണ്ടെങ്കിലും അദ്ദേഹം ഒരു ഗാഢമായ മൗനത്തിലായിരുന്നു. ആ മൗനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അദ്ദേഹം BJP-യുമായി നടത്തിയ ഒരു കൊടുക്കൽ വാങ്ങലായിരുന്നു. അദ്ദേഹം ചെയ്ത എന്താണ്? വാരണാസിയിൽ ഒരു ജാഥ പ്രഖ്യാപിച്ചിരുന്നു. ഞാൻ എല്ലാ സ്റ്റേറ്റിലും പോവുകയാണ്. ആദ്യത്തെ ജാഥ വാരണാസിയിലായിരിക്കും. ആ വാരണാസിയിലെ ജാഥ നടന്നില്ല. കർപ്പൂരി താക്കൂറിന് എപ്പോഴാണ് കൊടുത്തത്? കർപ്പൂരി താക്കൂറിനെ ജീവിതം മുഴുവൻ BJP എതിർത്തവരാണ് അന്നത്തെ ജനസംഘം. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പ്രതിദാനം ചെയ്യുന്നവരെ മുഴുവൻ അവർ വെറുത്തവരാണ്. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തെ അപമാനിച്ചവരാണ്. നിതീഷ് കുമാർ ഒരു വലിയ സമ്മേളനം വെച്ചു, കർപ്പൂരി താക്കൂറിന്റെ ജന്മശതാബ്ദി സമ്മേളനം. ആ സമ്മേളനത്തിന്റെ തലേന്ന് BJP ഭാരതരത്നം കർപ്പൂരി താക്കൂറിന് കൊടുക്കും. നമുക്കറിയാവുന്ന കാര്യമാണ് ഡോക്ടർ വർഗീസ്. എന്റെ ചോദ്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് നിതീഷിനെ പൂർണ്ണമായും തള്ളിപ്പറയാൻ ഇപ്പോഴും തയ്യാറാകാത്തത്? എന്താണ് ഈ മടി? സാറേ, ഞങ്ങളുടെ തീരുമാനം നിതീഷ് കുമാറിനെ അവഗണിക്കുക എന്നുള്ളതാണ്. നിതീഷ് കുമാർ എന്ന് പറയുന്നത് സാറേ
ബീഹാറിലെ ഒരു റീജിയണൽ പാർട്ടിയുടെ നേതാവാണ്. നിതീഷ് കുമാർ ഇന്ത്യ മുന്നണിയിൽ നിന്ന് പോകുന്നതുകൊണ്ട് ബീഹാറിൽ 4-5 സീറ്റിന്റെ വ്യത്യാസം ഉണ്ടാവുമെന്നല്ലാതെ ഇന്ത്യ മുന്നണിക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എല്ലാ സ്റ്റേറ്റുകളിലും ഇന്ത്യ മുന്നണിയുടെ സീറ്റ് ചർച്ചകൾ വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും വലിയ സ്റ്റേറ്റ് ആണല്ലോ UP. അവിടുത്തെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസുമായി ധാരണയായി. രണ്ടാമത്തെ വലിയ സ്റ്റേറ്റ് ഏതാ? മഹാരാഷ്ട്ര, 49 സീറ്റ്. ആ 49 സീറ്റുള്ള മഹാരാഷ്ട്രയിൽ കോൺഗ്രസും ശിവസേന NCPയും കൂടെ സീറ്റ് ധാരണ അവിടെ പൂർത്തിയാക്കും. പിന്നെയുള്ള സ്റ്റേറ്റ് ഏതാണ്? 40 സീറ്റുള്ളത്? അത് തമിഴ്നാടാണ്. തമിഴ്നാട് പൂർത്തിയായി. കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ 20 സീറ്റിൽ DMK മത്സരിക്കും, ബാക്കി സീറ്റിൽ അവിടെ നമ്മുടെ ഘടകകക്ഷികൾ മത്സരിക്കും. പിന്നീടുള്ള കാര്യമാണല്ലോ പശ്ചിമബംഗാളിലെ കാര്യം. പശ്ചിമബംഗാളിൽ ആര് ജയിച്ചാലും ഇന്ത്യ മുന്നണി തന്നെയാണ്. പിന്നീട് പുതുതായിട്ട് കോൺഗ്രസ് പിടിച്ച സ്റ്റേറ്റുകൾ, പഞ്ചാബിൽ ആര് ജയിച്ചാലും, പഞ്ചാബിലാണല്ലോ ഇപ്പോൾ ഇവിടെ ശങ്കുറ്റി ദാസ് കാണിച്ചത്. പഞ്ചാബിൽ അകാലിദളും അതുപോലെ കോൺഗ്രസും ഇവിടെ ആപ്പും കൂടെ മത്സരിച്ചാൽ ഇപ്പോൾ അവർ തീരുമാനിച്ചിരിക്കുന്നത് ആര് ജയിച്ചാലും അത് ഇന്ത്യ മുന്നണിയിലാണ്. കേരളത്തിലെ പോലെ LDF UDF പോലെയാണ്. ഡൽഹിയിൽ ആകെ 7 സീറ്റാണുള്ളത്. ആ 7 സീറ്റിൽ ഇപ്പോൾ കോൺഗ്രസിന് 3 സീറ്റ് കൊടുക്കാമെന്ന് പറഞ്ഞു. ബാക്കി 4 സീറ്റിൽ ആപ്പ് മത്സരിക്കും. എവിടെയാ പ്രശ്നം? പ്രശ്നമുള്ള BJPയിലാണ് സാർ. BJPക്ക് ഇത്ര അരക്ഷിതബോധമുണ്ട്, ഇത്ര സുരക്ഷിത ബോധം, 400 സീറ്റാണ് അവർ പ്രതീക്ഷിക്കുന്നതെങ്കിൽ എന്തിനാണ് ഈ നിതീഷ് കുമാറിനെ പോലെ ഒരു റീജിയണൽ പാർട്ടി ലീഡറിന്റെ പിന്നാലെ നടന്ന് അദ്ദേഹത്തെ കൂറുമാറ്റിക്കുന്നത്? ഇവിടെ ശങ്കുറ്റി ദാസ് പറഞ്ഞു, ഒരു പാർട്ടി പോയപ്പോൾ ഇന്ത്യ മുന്നണി ഒലഞ്ഞു പോയത്രേ. 3 പാർട്ടിയല്ലേ NDA മുന്നണിയിൽ നിന്ന് പോയത്. അവരുടെ ഏറ്റവും ഓൾഡസ്റ്റ് അല്ല ശിവസേന, TRS, അകാലിദള്. ആ മുന്നണി ഒലഞ്ഞു പോയോ? ഒരു മുന്നണിയിൽ നിന്ന് ഒരു പാർട്ടി പോയാൽ ഒന്നും സംഭവിക്കത്തില്ല. BJPയെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ അരക്ഷിത ബോധത്തിലാണ്. ആത്മവിശ്വാസത്തിന്റെ അങ്ങേ അറ്റത്താണ് ഡോക്ടർ വർഗീസ് ജോർജ് നിൽക്കുന്നത്. ശ്രീ KJ ജേക്കബ് പൂർത്തിയാക്കൂ സാർ, പൂർത്തിയാക്കൂ. സാർ രണ്ടാമത് സാർ ഐഡിയോളജിയുടെ കാര്യം ചോദിച്ചു. ഈ BJPയുടെ ഐഡിയോളജിക്ക് ബദലായി ഞങ്ങൾ ഇപ്പോൾ ഒരു ഐഡിയോളജി അല്ലല്ലോ വെച്ചത്. ഇവിടെ സെബാസ്റ്റ്യൻ പോൾ സാറും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് നമ്മുടെ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കണം. ഇതുപോലെ സ്വതന്ത്രമായിട്ടിരുന്ന് ചർച്ച ചെയ്യാൻ നമുക്ക് അനുവദിക്കണം. ജനാധിപത്യം വേണം, മതനിരപേക്ഷത വേണം. അതിനുവേണ്ടി നമ്മൾ എല്ലാവരും കൂടി ഒരു മിനിമം പരിപാടിയുടെ അടിസ്ഥാനത്തിൽ യോജിക്കുക. മറുവശത്തോ വലിയൊരു ഹിന്ദുത്വ കൊണ്ടുവരിക. എപ്പോഴൊക്കെ BJP പ്രതിസന്ധി കൊണ്ടുവന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ BJP ഈ രാജ്യത്ത് വർഗീയത കൊണ്ടുവരും. BJPക്ക് പ്രധാനമായും ശ്രീ KJ ജേക്കബ് നമ്മൾ നോക്കേണ്ടത്, നാളെ ഉത്തരാഖണ്ഡില് UCC അവതരിപ്പിക്കാൻ പോവുകയാണ്. ഇവിടെ കണ്ണൂരിൽ സുരേഷ് ഗോപി പറയുന്നത് അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം UCC വരാൻ പോവുകയാണ്, അതിനുശേഷം ജാതിയൊന്നും ഉണ്ടാകില്ല എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളും താങ്കൾ ഇന്നിപ്പോൾ ടിക്കറിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ശ്രീ KJ ജേക്കബ്, കോൺഗ്രസിനെ ഒരിക്കൽ കൂടി തുടർച്ചയായ 3ാമത്തെ പ്രാവശ്യവും ഹാട്രിക്കായി ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃപദവി നൽകാത്ത വിധത്തിലേക്ക് ദുർബലമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. പ്രതിപക്ഷം അപ്രധാന. അതിന് ഓരോ സംസ്ഥാനങ്ങളിലും ഓരോ സ്ട്രാറ്റജിയാണ് BJP മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായി നമുക്ക് കണ്ണിലൂടെ നോക്കിയാൽ കാണാൻ കഴിയുന്നതല്ലേ? ഇതിൻ്റെ അകത്ത് കോൺഗ്രസും BJPയും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഏകദേശം 200-നും 220-നും ഇടയ്ക്ക് സീറ്റുകളുണ്ട്. ഈ സീറ്റുകളൊക്കെ നോർത്ത് ഇന്ത്യയിലാണ്. ബാക്കിയുള്ള കോൺഗ്രസിനെ ദുർബലമാക്കുക എന്നുള്ള ഒരു അജണ്ട പ്രാക്ടിക്കലി നടക്കില്ല. കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താം, പക്ഷേ കോൺഗ്രസിനെ ദുർബലമാക്കുക എന്നുള്ള ഒരു അജണ്ട നടക്കില്ല നികേഷ്. അത് നമ്മൾ ഇപ്പോൾ നോക്കൂ, കോൺഗ്രസ് വെസ്റ്റ് ബംഗാളിൽ ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 2 സീറ്റ് ജയിച്ചു. മമതാ പറഞ്ഞ മര്യാദകളിൽ ഒന്നതാണ്. കോൺഗ്രസ് 2 സീറ്റുകൾ വെസ്റ്റ് ബംഗാളിൽ ജയിച്ചു. വെസ്റ്റ് ബംഗാളിൽ കോൺഗ്രസിന് അധികാരം പോയിട്ട് 40 വർഷത്തോളമായി, 50 വർഷത്തോളമാകും. അവിടെ ഇപ്പോഴും ആ പാർട്ടിയുണ്ട്. കോൺഗ്രസ് ഇപ്പം ശ്രീ വർഗീസ് ജോർജ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ 3 സംസ്ഥാനങ്ങളും കോൺഗ്രസ് 3ാമതൊരു സെക്യുലർ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വഴിമാറി കൊടുക്കാത്ത സംസ്ഥാനങ്ങളിൽ മുഴുവൻ കോൺഗ്രസ് ഇപ്പോഴും വലിയ ശക്തിയാണ്. BJPയെ നേരിടുന്ന ഏറ്റവും വലിയ ശക്തി ഗുജറാത്തിൽ പോലും, ഗുജറാത്തിൽ, മധ്യപ്രദേശിൽ, രാജസ്ഥാനിൽ, ഛത്തീസ്ഗഡിൽ, ജാർഖണ്ഡിൽ അവരുടെ അലയൻസ്, ഇവിടെയൊക്കെ ഹരിയാനയിൽ, ആസാമിൽ കോൺഗ്രസ് ഇപ്പോഴും എത്ര ശ്രമിച്ചാലും കോൺഗ്രസ് ഇന്ത്യയുടെ ഒരു എസെൻഷ്യൽ റിഫ്ലക്ഷനാണ്. അതൊരു റിയാലിറ്റിയാണ്. കോൺഗ്രസിനെ ജീവിതകാലം മുഴുവൻ പൊളിറ്റിക്കലായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അതൊരു പൊളിറ്റിക്കൽ റിയാലിറ്റിയാണ്. ഈ ഹിന്ദുത്വവുമായി BJP എത്ര മുമ്പോട്ട് പോയാലും BJPക്ക് പോകാൻ പറ്റുന്ന ഒരു ലിമിറ്റുണ്ട്. അതിൽ കൂടുതൽ ഇന്ത്യയിൽ പോകാൻ പറ്റില്ല. ഒരേ ഒരു പ്രോബ്ലം ഞാനിപ്പോൾ കാണുന്നത്,
കോൺഗ്രസ് അതിൻ്റെ പണി അതിൻ്റെ ജോലി, അതിൻ്റെ ടാസ്ക് തിരിച്ചറിയുന്നില്ല എന്നുള്ളതൊരു സത്യമാണ്. അവിടെയാണ് കോൺഗ്രസിലെ പെറ്റിനെസ് പലപ്പോഴും പുറത്തു ചാടുന്നത്. ഈ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വലിയ വിജയം നേടിയതിനു ശേഷം ഇന്ത്യ മുന്നണിക്ക് ടേംസ് ഡിക്റ്റേറ്റ് ചെയ്യാമെന്നുള്ള ചില കോൺഗ്രസ്സുകാരുടെ തെറ്റായിട്ടുള്ള കാൽക്കുലേഷൻ്റെ പുറത്താണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇപ്പോഴും എൻ്റെ പ്രശ്നം അതാണ്. നരേന്ദ്രമോദിക്ക് അദ്ദേഹത്തിൻ്റെ ഐഡിയ വളരെ കൃത്യമാണ്. വി ആർ ഗോയിങ് ടു മേക്ക് ഇന്ത്യ ഹിന്ദുത്വ റിപ്പബ്ലിക്. അതവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുള്ള ഇപ്പോൾ UCC പറഞ്ഞു. UCC നമ്മളുടെ ഭരണഘടന ഇങ്ങനെ നിലനിൽക്കുന്നിടത്തോളം കാലം UCC നടക്കില്ല. അത് നമ്മുടെ ഭരണഘടനയുടെ ഇതിപ്പം സോറി നമ്മൾ നോക്കൂ, ഈ ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞപ്പോൾ 371 പല ഖണ്ഡങ്ങളും ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. അത് പല സംസ്ഥാനങ്ങൾക്കും പ്രത്യേകം ഇതേ ഭരണഘടനയിൽ കൊടുക്കുന്നതാണ്. ഇതേ നിലയിലെ 370 എടുത്തു കളയാൻ സാധിച്ചില്ലേ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ അപ്രൂവൽ ഇല്ലാതെ? കഴിഞ്ഞു അല്ലല്ല ഉണ്ട് അല്ല അത് ഞാൻ സമ്മതിക്കുന്നു. ഇപ്പൊ അയോധ്യ വിധിയും അതായത് അയോധ്യ വിധിയും പിന്നെ ജമ്മു കാശ്മീരിലെ കേസിലെ സുപ്രീം കോടതി വിധിയും വെച്ചിട്ട് അത് സാധ്യമാണ്. അതിലെനിക്ക് തർക്കമില്ല. കാരണം ഏറ്റവും ജമ്മു കാശ്മീരിൻ്റെ വിധി സത്യത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയെ പ്രാക്ടിക്കലി പൊടിച്ച് കൊട്ടയിലിടുകയാണ് ചെയ്തത്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന നമ്മുടെ 1ാമത്തെ ആർട്ടിക്കിൾ ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതി എടുത്ത് കൊട്ടയിലിട്ടു. ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ വേണമെങ്കിലും യൂണിയൻ ടെറിട്ടറി ആക്കാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ അവകാശത്തെ, ഇല്ലാത്തൊരവകാശത്തെ അംഗീകരിച്ചു കൊടുക്കുകയാണ് സുപ്രീം കോടതി ചെയ്തത്. അതുകൊണ്ട് അങ്ങനെയേ പറ്റൂ. അങ്ങനെ ഇപ്പോൾ സർക്കാരിന് എന്തും ചെയ്യാവുന്ന ഒരവസ്ഥയുണ്ട്. ഏത് നിയമങ്ങളും എങ്ങനെ വേണമെങ്കിലും പാസ്സാക്കാവുന്ന ഒരവസ്ഥയുണ്ട്. അതിനൊക്കെ സുപ്രീം കോടതി സിന്ദാബാദ് വിളിക്കുന്ന ഒരവസ്ഥയുണ്ട്. അതല്ലാതെ സാധാരണഗതിയിൽ നമ്മുടെ ഭരണഘടന ആ നിലയ്ക്ക് നിൽക്കുമ്പോൾ അതിന് ശരിയായ ഇന്റർപ്രിട്ടേഷൻ നടക്കില്ല. ഒരു 30 സെക്കൻഡിൽ ശ്രീ ശങ്കുട്ടിദാസ് 402 എന്ന രാജീവ് ഗാന്ധിയുടെ റെക്കോർഡ് മറികടക്കുകയാണ് BJPയുടെ ലക്ഷ്യം എന്നുള്ളതാണല്ലോ പ്രഖ്യാപനം. അതിലേക്ക് എത്തണമെങ്കിൽ നേരത്തെ ഇവിടെ ശ്രീ KJ ജേക്കബ് ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഒരു മേഖലയിലെ മാത്രം പാർട്ടിയായിട്ടുള്ള BJPയെ സംബന്ധിച്ചിടത്തോളം 2019 അതിൻ്റെ പരമാവധി സാധ്യതകൾ ഉപയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലൊരു അവകാശവാദത്തിൽ എന്ത് ബേസാണ്, എന്ത് കഴമ്പാണുള്ളത്? ചുരുക്കി ഞാൻ ആദ്യം തന്നെ പറയട്ടെ, RJDയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ വർഗീസ് ജോർജ്, അദ്ദേഹത്തിൻ്റെ ഒരു ശുഭാപ്തി വിശ്വാസത്തെ ഞാൻ മാനിക്കുന്നുണ്ട്. മോട്ടിവേറ്റർമാർക്ക് വരെ ഒരു മോട്ടിവേഷനാണ് അദ്ദേഹം. കാരണം ഇത്രയും പ്രതികൂലമായിട്ടുള്ള സാഹചര്യത്തിലും അദ്ദേഹം വളരെ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നുണ്ട്. പക്ഷെ അദ്ദേഹം പറയുന്നതിനിടയിൽ തന്നെ അദ്ദേഹം തന്നെ അറിയാതെ പറഞ്ഞു പോയൊരു കാര്യം, ഈ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം വടക്കേ ഇന്ത്യയിൽ മുഴുവൻ വലിയൊരു ഹിന്ദുത്വ വേവ് ഉണ്ടായിരിക്കുകയാണ്. 400 സീറ്റുകളിലേക്ക് വരെ BJP പോകുന്നൊരു സാധ്യതയാണ് നിൽക്കുന്നത്. ഈ രാഷ്ട്രീയ അന്തരീക്ഷം മനസ്സിലാക്കിയിട്ട് തൻ്റെ നില പരിങ്ങലിലാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നിതീഷ് കുമാർ ഇപ്പൊ പെട്ടെന്ന് ഈ പറയുന്ന മഹാഗഡ്ബന്ധനൊക്കെ ഉപേക്ഷിച്ച് NDAക്ക് അങ്ങ് പറഞ്ഞത് ആ തരത്തിലായിരുന്നില്ലേ? അങ്ങ് ഓർക്കുന്നുണ്ടാവില്ല. അങ്ങ് വീണ്ടും ആ ചർച്ച കണ്ടു നോക്കൂ. അങ്ങ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ പറയുന്ന വലിയൊരു ഹിന്ദുത്വ ഈ പറയുന്ന BJP വിരുദ്ധ രാഷ്ട്രീയ 400 സീറ്റ് കിട്ടുമെന്ന് ആഗ്രഹിക്കുന്ന ഈ പറയുന്ന NDA എന്തിനാണ് നിതീഷിനെ പോലൊരു ചെറിയ നേതാവിനെ പിടിച്ചു വലിക്കാൻ പുറകെ നടക്കുന്നതെന്ന് അങ്ങ് ചോദിച്ചില്ലേ? 400 അങ്ങ് പറഞ്ഞത് തന്നെയാണ്. ശരി, ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ അവിടെ അവർ പോലും പ്രതിപക്ഷം പോലും അറിയാതെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഒരു വലിയ എന്താ പറയുക, നരേന്ദ്രമോദി അനുകൂല BJP അനുകൂല NDA തരംഗം രാജ്യത്ത് മുഴുവനുണ്ട്. അതിനെതിരെ ഈ പറയുന്ന സഖ്യത്തിന് ഓരോ സ്ഥലത്തും പ്രാദേശികമായി നിലനിൽക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങൾ പ്രാദേശികമായി പോലും ഉരുത്തിരിഞ്ഞിട്ടുണ്ട്. ഇത് ഈ സഖ്യത്തിനുള്ളിൽ വലിയൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യയിൽ എന്താ പറയുക, ഇത്ര വലിയ ഒരു BJP അനുകൂല തരംഗം ഉണ്ടായിട്ടുള്ളതും ഇത്ര നിലംപരിശായിട്ടുള്ള ഒരു പ്രതിപക്ഷം ഉണ്ടായതുമായിട്ടുള്ള ഒരു അന്തരീക്ഷം വേറെ ഇല്ല. അതുകൊണ്ട് തന്നെ മുൻ കണക്കുകളെ മുഴുവൻ അതിജീവിക്കുന്ന ഏതാണ്ട് സമാനമായ 2004 അവസ്ഥ എന്നാണോ ശങ്കുട്ടിദാസ് പറയുന്നതെന്ന് എനിക്കറിയില്ല. ആണോ ശങ്കുട്ടിദാസ്? 2004 അതേ അവസ്ഥയായിരുന്നു. 2004 സമാനമായ എല്ലാ പ്രവചനങ്ങളിലും BJP ആയിരുന്നു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോളിലും അതിൽ കൂട്ടിച്ചേർക്കാനുണ്ടാവും. എല്ലാ പ്രവചനങ്ങളിലും BJP രാഷ്ട്രീയ പ്രസ്ഥാനമായി വളരെ അപ്രതീക്ഷിതമായി ദീർഘവീക്ഷണത്തോടെ നേതാക്കന്മാർ ഇടപെട്ടത് കൊണ്ട് മാത്രമാണ് ആ സാഹചര്യം അന്ന് ഒഴിവായത്. അന്ന് ലെഫ്റ്റ് ഉണ്ടായിരുന്നു 64. തീർച്ചയായും 64 എന്നത് ഒരു വലിയ സംഖ്യ തന്നെയായിരുന്നു. ഇന്ത്യയിൽ ഈ പറയുന്ന പോലെ
2004 പ്രതിപക്ഷത്തിന് ഇത്രയും ദുർബലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടേ ഇല്ല. ഇത് നോക്കൂ, ഇവിടെ യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ പ്രതിപക്ഷത്തിന് ഒന്നിച്ച് നിൽക്കണമെന്ന് പറയുമ്പോൾ പോലും ആ കാര്യത്തിൽ അവർക്കിടയിൽ ഒരു കോമൺ മിനിമം പ്രോഗ്രാം രൂപീകരിക്കാൻ പോലും സാധിച്ചില്ല. അതാണല്ലോ നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്തത് ശ്രീ ശങ്കുട്ടിദാസ്. ആ തലത്തിലുള്ള ദൗർബല്യങ്ങളുണ്ട്. പക്ഷേ അമിത പ്രതീക്ഷ BJP എവിടെ കൊണ്ടുചെന്ന് എത്തിക്കും നമുക്ക് കാണാം. ശങ്കുട്ടിദാസ് BJP വക്താവ്, അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ ഇടത് സഹയാത്രികൻ, ഒപ്പം തന്നെ ഡോക്ടർ വർഗീസ് ജോർജ് RJD, KJ ജേക്കബ് രാഷ്ട്രീയ നിരീക്ഷകൻ. നന്ദി സഹകരിച്ചതിന്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോൺഗ്രസ് നേതാവ് കൂടി ഈ ചർച്ചയിൽ പങ്കുചേർന്നിരുന്നു. ഇനി Debate with MV Nikesh Kumar.